ഓം ശാന്തി. വിശ്വപിതാവും വിശ്വഗുരുവും സർവാത്മാക്കളുടെയും മംഗളകാരിയും ഭോലാനാഥനുമായ നിരാകാരിയായ പരംപിത ശിവപരമാത്മാവിൻ്റെ ദിവ്യ അവതരണ ഉത്സവമായ ഈ 89ാം ശിവജയന്തി ആഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഭഗവാനെ യഥാർത്ഥത്തിൽ ഈ ലോകം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ 1 മാസമോ 2 മാസമോ ആഘോഷിക്കേണ്ട ഒരു ഉത്സവമായിരുന്നു ശിവരാത്രി അല്ലെങ്കിൽ ശിവജയന്തി. എന്നാൽ അത് ഇന്ന് അങ്ങനെ ആഘോഷിക്കുന്നത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം മാത്രമാണ്. നമ്മുടെ ഈ കോഴിക്കോട് ശാഖയിൽ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ശിവജയന്തി. അതിലെ ഒരു പബ്ലിക് ഫംഗ്ഷൻ ഇന്നിവിടെ വെസ്റ്റേയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കോഴിക്കോട്. ഈ വർഷത്തിൽ ആദ്യത്തെ ആഘോഷം കൂടിയാണ് ഈ വെസ്റ്റേയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഭഗവാനെ ഓർത്തുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ആരംഭിക്കാം. അതിനുവേണ്ടി ആദ്യത്തെ ദിവ്യഗീതം നമുക്ക് ആലപിക്കാൻ വേണ്ടി കുമാരി പാർവതിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാനസാഗരത്തിൽ ശിവസ്നേഹത്തിരിച്ചേരും മാനസത്തിൽ. ശിവനേ എൻ സ്മൃതിരൂപനേ. തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ, പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ, പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ, പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാനസാഗരത്തിൽ ശിവസ്നേഹത്തിരചേരും മാനസത്തിൽ. ശിവനേ എൻ സ്മൃതിരൂപനേ. ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ, പാതിരാവിന്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ, പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ, പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ,
ശിവസ്നേഹത്തിരചേരും മാനസത്തിൽ ശിവനേ എൻ സ്മൃതിരൂപനേ. ഓം ശാന്തി. തൻ്റെ അതിമനോഹരമായ ശബ്ദത്തിലൂടെ ആലാപനത്തിലൂടെ നമ്മളെ എല്ലാവരെയും കുറച്ചു നേരത്തേക്ക് ഈശ്വരീയ സ്മൃതിയിലേക്ക് എത്തിച്ച കുമാരി പാർവതിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ചടങ്ങിൽ സ്വാഗത നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് കുമാരി താരയാണ്. താരയെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗത നൃത്തത്തിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। खिली है कलियां सजे हैं द्वार, खिली है कलियां सजे हैं द्वार। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। मन है महका दीदार आपका पाकर, स्वयं यहाँ पे आकर, स्वयं यहाँ पे आकर आप आए, धन्यवाद आपका। स्वागत करते हैं दिल से आपका, स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। खिली है कलियां सजे हैं द्वार, खिली है कलियां सजे हैं द्वार। आए है जिनका था इंतजार, स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। हृदय से वेलकम आपका, स्वागत करते हैं दिल से आपका। स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका। खिली है कलियां सजे हैं द्वार, खिली है कलियां सजे हैं द्वार। आए है जिनका था इंतजार,
दिल से आपका, अभिनंदन करते दिल से आपका, स्वागत करते हैं दिल से आपका, अभिनंदन करते दिल से आपका. മാലാഖമാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശിവന്റെ സ്വന്തം മാലാഖ കുട്ടിയായി വന്ന് ഈ വേദിയിലുള്ളവർക്കും ഈ ചടങ്ങിന് വന്ന വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം നൃത്തം ചെയ്ത കുമാരി താരയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓം ശാന്തി. നമ്മുടെ ഈ ചടങ്ങിന് വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം പറയാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഈ കോഴിക്കോട് ബ്രഹ്മകുമാരീസിന്റെ ജോയിന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ ബെഹൻജിയാണ്. 26 വർഷങ്ങൾക്കപ്പുറം ഈ ഈശ്വരീയ ജ്ഞാനം തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഷീജ ബെഹൻജി. കോഴിക്കോടിന്റെ മണ്ണിൽ ബെഹൻജിയെ കിട്ടിയത് നമ്മളുടെ പുണ്യമാണ്. അഹോരാത്രം അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണെങ്കിലും മറ്റുള്ളവരുടെ ജ്ഞാനത്തിന്റെ ഉയർച്ച കണ്ടെത്താനുള്ള വഴികളിലാണെങ്കിലും അനേകം ആയിരങ്ങൾക്ക് ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ട്രെയിനിങ്ങിലൂടെയും മറ്റ് പരിപാടികളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും എല്ലാം വെളിച്ചം വീശുന്ന മഹത് വ്യക്തിത്വമാണ് രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ ബെഹൻജി. ബെഹൻജിയെ ഈ ചടങ്ങിൽ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിന് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവജയന്തി ആശംസകൾ. സർവശക്തിവാനും സ്നേഹസാഗരനുമായ ശിവഭഗവാന്റെ ദയാദൃഷ്ടി പതിഞ്ഞ ഈ വെസ്റ്റീൽ ഭൂമിയിലേക്ക് ശിവജയന്തി ആഘോഷങ്ങളുടെ ആദ്യ ഭാഗമായി ശിവബാബയെ സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ പരിപാടി ആരംഭിച്ചത് തന്നെ സർവരും ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഉണർത്താനുള്ള ട്രെയിനിങ്ങിലൂടെയാണ്. ഈ പരിപാടി പൂർണ്ണമായി പങ്കെടുക്കുമ്പോഴും എല്ലാവർക്കും ഈ ഒരു വർഷത്തിലേക്ക് വേണ്ട നിറഞ്ഞ ഊർജം ലഭിക്കട്ടെ എന്നുകൂടി ആഗ്രഹിക്കുകയാണ്. എല്ലാ വർഷവും ശിവജയന്തി എത്തിക്കഴിഞ്ഞാൽ 1.5 മാസ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുടെ ഒരു യാത്രയായിരിക്കും ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ശിവജയന്തി ആഘോഷങ്ങളുടെ ഘോഷയാത്ര. ഈ വർഷം അതെ 3ാമത്തെ പ്രോഗ്രാം, 1ാമത്തെ പൊതുപരിപാടിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കാനായിട്ട് ഒത്തുചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ കോഴിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ബ്രാഹ്മണരും സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദിവ്യമായ ഈശ്വരൻ്റെ പരിപാടിയെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത് നമ്മളുടെ എല്ലാവർക്കും പ്രിയങ്കരനും കൽപ്പകൽപ്പമായി ഈശ്വരനെ സ്നേഹിച്ച കുട്ടിയായിരിക്കുന്ന വിശിഷ്ട അതിഥിയാണ്, വിശിഷ്ട വ്യക്തിത്വമാണ്. അപ്പം നമുക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് എത്തിച്ചേർന്നിരിക്കുന്ന വ്യക്തിത്വം ഡോക്ടർ സുരേഷ് കുമാർ അവർകളാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇന്ന് ആദ്യമായി കാണുമായിരിക്കാം. പക്ഷേ ഭഗവാന്റെ യജ്ഞത്തിൻ്റെ ഒരു വിശേഷതയാണ്, നമ്മുടെയൊക്കെ ലക്ഷ്യം ലക്ഷ്മി നാരായണനാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം ഒരു സന്യാസി പഥമല്ല, പവിത്രമായ ലോകത്തിനും പവിത്രമായ കുടുംബത്തിനും കെട്ടിയുയർത്തി സ്വർണിമ ഭാരതം കൊണ്ടുവരുന്ന തപസ്വികളുടെ പാതയാണ്. ഈ പാതയിലേക്ക് വനിതകളെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓർഗനൈസേഷൻ കൂടിയാണ് നമ്മുടേത്. കഴിഞ്ഞ മാർച്ച് 8 നമ്മളോടൊക്കെ സ്നേഹത്തോടെ സംവദിച്ച, നമ്മുടെ കൂടെ ഒരു ദിവസം പങ്കിട്ട സുമിത ടീച്ചർ, IHRD പ്രിൻസിപ്പളായിരുന്നു സുമിത ടീച്ചറെ. അന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഇന്നും മറക്കുന്നുണ്ടാവില്ല. അപ്പോൾ പതിപത്നി എന്ന് വെച്ചാൽ നമ്മുടെ സങ്കല്പത്തിൽ ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാണ്. അപ്പം സുമിത സിസ്റ്ററെ ആദ്യം നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ സുരേഷ് ഭായിയും നമ്മുടെ അരികിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
ഇന്ന് ഉദ്ഘാടന കർമ്മം നടത്താൻ എത്തിയിരിക്കുന്ന ഡോക്ടർ സുരേഷ് കുമാർ അവർകൾ ആദ്യമേ ഭഗവാൻ നമ്മളിലേക്ക് ബന്ധം കൊണ്ടുവന്നൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം പ്രൊഫഷണലി പറയുമ്പോൾ ജോയിന്റ് ഡയറക്ടറാണ്, റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോഴിക്കോടിൻ്റെ ജോയിന്റ് ഡയറക്ടറാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധന്യമാക്കി തരാമെന്ന് സന്തോഷമേൽക്കുകയും സമയത്തിന് മുന്നേ തന്നെ നമ്മുടെ കൂടെ ചേർന്ന് ഈ പരിപാടിക്ക് അലങ്കാരമായി എത്തിയിരിക്കുന്ന സുരേഷ് കുമാർ ഭായ് അവർകളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാലോ, ജലജ ബെഹൻജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോഴിക്കോടിലെ കോഴിക്കോട് വയനാട്ടിലെ ബ്രഹ്മകുമാരി കുമാരന്മാരുടെ സിരകളിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ബെഹൻജി എന്നൊരു സ്മൃതി അറിയാതെ ഒഴുകും. കേവലം കോഴിക്കോട് മാത്രമല്ല കേട്ടോ, കോഴിക്കോടിന് ലോകത്ത് എല്ലാ ബ്രഹ്മകുമാരി കുമാരന്മാരും വിദേശ രാജ്യങ്ങളിലും മധുബനത്തിലും ഒക്കെ പോയാൽ വിശേഷമായി അറിയപ്പെടുന്ന ഒരു സെൻ്ററാണ് കോഴിക്കോട് ബ്രഹ്മകുമാരീസ്. സ്വാദിഷ്ടമായി സ്നേഹം നിറഞ്ഞ പരിചരണവും ആഹാരവും കൊടുക്കുന്ന സെൻ്റർ എന്ന് കൂടി പല സീനിയേഴ്സും പറയാറുണ്ട്, നമ്മളെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. ഈ സ്നേഹത്തിൻ്റെ പരിപാലനയുടെ ശക്തി പകരാൻ വേണ്ടി സർവേശ്വരൻ തെരഞ്ഞെടുത്ത് മലനാടുകളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് സാഗര തീരത്തിരുത്തി തപസ് അനുഷ്ഠിപ്പിച്ച് ഭാഷ പഠിച്ച് ടേസ്റ്റ് പഠിച്ച് രുചി പഠിച്ച് സ്വഭാവം പഠിച്ച് കഠിനമായ മലയാളം മധുര മലയാളമാക്കി ഭഗവത് ജ്ഞാനമൊഴുക്കി 10,000 ഭഗവാന്റെ കുട്ടിയാക്കിയ മഹാതപസ്വിനിയാണ് നമ്മുടെ ജലജ ബെഹൻജി. പറയുമ്പോൾ ആത്മീയ അമ്മയാണ്, ശിവന്റെ പാർവതിയാണ്. അപ്പോൾ ആ ജലജ ബെഹൻജിയെ ശിവന്റെ സന്ദേശം തരാൻ വേണ്ടി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ബെഹൻജിയെ ഞാൻ എൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യാണ്. ഇതുപോലെ രാജയോഗ മെഡിറ്റേഷൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്ന ശക്തി കർമ്മപദത്തിലേക്ക് വരുമ്പോഴാണ് ബ്രഹ്മകുമാരീസിൻ്റെ ലക്ഷ്യമായ മനുഷ്യനിൽ നിന്ന് ദേവതയാകുക എന്നുള്ള ആ സാഹസിക യാത്ര സഫലമാകുന്നത്. അതിനുവേണ്ടി മെഡിറ്റേഷൻ്റെ ഒരു അനുഭൂതി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കാൻ കുറച്ച് സമയം മുന്നേ നമ്മളെയെല്ലാം അനുഭവത്തിൻ്റെ ആഴത്തിൽ ആറാടിച്ച ഷീബ സിസ്റ്ററെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടി പറയുകയാണ്, ലോകത്തെല്ലാവരും മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈശ്വരൻ്റെ ജ്ഞാനത്തെ പ്രവർത്തിക്കാൻ വേണ്ടി യൂട്യൂബിലൂടെ ട്രെയിനിങ് കൊടുക്കുകയും കുറേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണം വന്നിട്ടൊക്കെ ഉണ്ട്, പോയിട്ടില്ല ഇതുവരെ. പക്ഷേ അങ്ങനെ എല്ലാവരും സ്നേഹിച്ച് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷ വ്യക്തിത്വമാണ്. തൻ്റെ കുട്ടിക്കാലം മുതൽ ഈശ്വരനെ സ്നേഹിക്കുകയും നൂറ്റാണ്ടിലേറെ കാലമായി 10,000 ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈശ്വരനിലേക്ക് കണക്ഷൻ കൊടുക്കുകയും ചെയ്ത ആ ദിവ്യ വ്യക്തിത്വമാണ് ഷീബ സിസ്റ്ററാണ് നമുക്ക് രാജയോഗ ധ്യാനം പഠിപ്പിച്ചു തരുന്നത്, അനുഭവം തരുന്നത്. ഷീബ സിസ്റ്ററെയും ഈ വേദിയിലേക്ക് എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും വിശേഷമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി ദിവ്യഗീതം, നമുക്ക് വേണ്ടി ഈ വിദ്യാലയം, നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കുക എന്ന് പറയുന്നത് പടായി കമായി എന്നൊക്കെ പറയാമല്ലേ, നോളജ് സോഴ്സ് ഓഫ് ഇൻകം. സാധാരണ സ്കൂളിൽ പോകാനും പഠിക്കാനൊക്കെ പറ്റുക എന്നുള്ളത് ജന്മജന്മ സൗഭാഗ്യമാണ്. വിദ്യയുള്ളവർ വെറും അവനവന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഈശ്വരൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവനവന് വേണ്ടിയല്ല, ഒരു ജന്മത്തേക്ക് വേണ്ടിയല്ല, അനേക ജന്മത്തേക്ക് വേണ്ടി അവനവനും മറ്റുള്ളവർക്കും വേണ്ടി പഠിക്കുകയും തപസ്സുകയും 21 തലമുറകളോളം ജീവിതത്തിന് സമ്പന്നമാക്കാൻ, നാടിനെ സമ്പന്നമാക്കാൻ തപസ്സനുഷ്ഠിക്കുന്ന, അതിനുവേണ്ടി പഠിപ്പിക്കുന്ന വിദ്യാലയമാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. കേവലം 89 വർഷം കൊണ്ട് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് ഏത് ഭാഷയിലും ഏത് നാട്ടിലും ഏത് കുഗ്രാമത്തിൽ പോലും ഈശ്വരൻ്റെ ജ്ഞാനം പഠിക്കാൻ വേണ്ട സർവ്വവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഭഗവാന്റെ വിദ്യാലയം, വിശ്വവിദ്യാലയം. അതിൻ്റെ പരിചയം തരണമെങ്കിലും അനുഭവത്തിൻ്റെ ശക്തിയും മരണത്തിൻ്റെ ആഴവുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് വിധിപ്രകാരം പരിചയം തരാൻ സാധിക്കുക. നിങ്ങൾക്ക് ഈ വിദ്യാലയത്തിൻ്റെ പരിചയം തരുന്നതും ഭഗവാൻ പറയും, തപസ്സുകൾ ഈശ്വരൻ്റെ കൺമണികളാണെങ്കിൽ ഭഗവാന്റെ ഷോക്കേസിലെ മണികളാണ് ഗൃഹസ്ഥത്തിലിരിക്കുന്നവർ. അവർക്കാണ് ചാലഞ്ച് കൂടുതൽ. കുടുംബത്തിലിരിക്കണം, ലൗകിക അലൗകിക ഒരുപോലെ നോക്കണം, ജോലിക്ക് പോകണം, ഭഗവാന്റെ ജ്ഞാനം പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ലൗകികത്തിൽ ഗോൾഡൻ മെഡൽ വിന്നറായിരിക്കുകയും
അതുപോലെ അലൗകികത്തിലും ഗോൾഡ് മെഡലിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈശ്വരി വിദ്യാർത്ഥിയാണ് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ഭായ്. IIM-ലെ സീനിയർ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ രാധാകൃഷ്ണ പിള്ളை അവർകൾ. അദ്ദേഹമാണ് ഈ വിദ്യാലയത്തിൻ്റെ പരിചയം തരുന്നത്. രാധാകൃഷ്ണൻ ഭായിനെയും നമ്മൾ ഓരോരുത്തരുടെ പേരൻസ് സിസ്റ്ററുടെ ഉള്ളിൽ നിന്നും സ്വാഗതം ചെയ്യുന്നു. മനസ്സിന് സന്തോഷം കൊണ്ട് ഭഗവാനുമായി സമാഗമം ചെയ്യിപ്പിച്ച ദിവ്യഗീതം പാടിയ പാർവതി ബാല്യം മുതലേ ഭഗവാൻ അറിയും. തൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ട് പരീക്ഷയിലും പഠിപ്പിലും കലയിലും പാട്ടിലും ഡാൻസിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന നമ്പർ 1 കുട്ടിയാണ് നമ്മൾക്ക് പ്രിയപ്പെട്ട പാർവതി. നമ്മളെയൊക്കെ കുറച്ചു നേരം ബാബയുമായി സമാഗമം ചെയ്യിപ്പിച്ചു. പാർവതിനെയും സ്വാഗതം ചെയ്യാണ്. അതുപോലെ നമുക്കൊക്കെ സന്തോഷിപ്പിച്ച മാലാക കുട്ടിയായി വന്ന താരക്കുട്ടി ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭഗവാനെ പരിചയപ്പെടുകയും തൻ്റെ സ്കൂൾ മത്സരങ്ങളിലും പഠനത്തിലൊക്കെ ഭഗവാന്റെ അനുഭവങ്ങൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന കൊച്ചു യോഗി കൂടിയാണ് താരക്കുട്ടി. നമ്മളെല്ലാം സന്തോഷിപ്പിച്ചു. താരക്കുട്ടീനെയും സ്വാഗതം ചെയ്യാണ്. ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇനിയും കുറേ ആളുകളുടെ കലാപരിപാടികൾ ഭഗവാന്റെ ഓർമ്മ ചലിപ്പിക്കുന്ന പാട്ടുകൾ പാടിയും ഡാൻസ് ചെയ്യും. കുമാരി ശിവഗംഗ, അതുമായി നമ്മുടെ സുധൻ ബായി, പാർവതി, അദ്വൈത, സൗമ്യ, സന്ധ്യ, ഇവരെല്ലാവരും നമ്മളെ ഇനി സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാൻസുകൾ ചെയ്യണം. അവർ അഡ്വാൻസായി സിസ്റ്റർ ക്ഷണിക്കുകയാണ്. മനോഹരമായി നമുക്ക് വേണ്ടി ഈ സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് പ്രവീൺ ഭായ്. ഭഗവാന്റെ ജ്ഞാനം ജീവിതത്തിൽ പകർത്തുകയും ആജ്ഞാകാരിയായിക്കൊണ്ട് ഭഗവാൻ എന്തു പറയുന്നു അത് കർമ്മത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന പ്രവീൺ ഭായ് യുവയോഗിയാണ്. പ്രവീൺ ഭായിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും നന്ദി പറയാൻ എത്തിയിരിക്കുന്നത് ശാലിനി സിസ്റ്ററാണ്. ഡോക്ടർ ശാലിനിയാണ് കേട്ടോ. പഠിപ്പിൻ്റെ അഹങ്കാരം ഇതൊന്നുമില്ലാതെ ഏത് സേവനവും സന്തോഷത്തോടെ ചെയ്യുന്ന, എപ്പോഴും ഭഗവാൻ പറഞ്ഞാൽ ശിരസാവഹിച്ച് അനുസരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് റോൾ മോഡൽ കൂടിയായിരിക്കുന്ന ശാലിനി സിസ്റ്ററെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും ഭഗവാന്റെ ജ്ഞാനം പ്രവർത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരീയ കുട്ടികളും ആകാനുള്ള കുട്ടികളുമാണ്. എല്ലാവരെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. ഇപ്പോഴിരിക്കുന്നവരെയും ഇനി വരാൻ പോകുന്നവരെയും എടുത്തു പറഞ്ഞവരെ സ്വാഗതമോദിയ അവരുടെ എല്ലാവരുടെയും വിശേഷതകൾ വരെ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന് അവരോരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ ബെഹൻജിയോട് ഹൃദയത്തിൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾക്ക് പൂവും തിലകവും നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ BK സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റേഴ്സ്. നമ്മുടെ ഈ ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ്. ഈ സംഘടനയുടെ മഹത്വവും ഇതിൻ്റെ വലിപ്പവും എത്ര പറഞ്ഞാലും അതൊരിക്കലും അധികമാവില്ല. എന്നാൽ ഇന്ന് ഈ ചടങ്ങിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് ഈ വിദ്യാലയത്തിൻ്റെ പരിചയം. അറിയുന്നവർക്ക് കൂടുതൽ അറിയാനും അറിയാത്തവർക്ക് അറിയാനുമുള്ള ഒരു അവസരം. അതിനുവേണ്ടി നമുക്കിന്ന് ഇവിടെ എത്തിയിരിക്കുന്നതും അത്രയും മഹത്തരമായൊരു വ്യക്തിത്വമാണ്. കോഴിക്കോട് പ്രസിദ്ധമായിരിക്കുന്നത്, കുന്നമംഗലം പ്രസിദ്ധമായിരിക്കുന്നത് IIM എന്നൊരു സ്ഥാപനത്തിലൂടെ കൂടിയാണ്. അതും ഒരു മഹത്തരമായ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. അതിൽ പ്രവർത്തിക്കുന്ന, അതിൽ സീനിയറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രൊഫസറായിരിക്കുന്ന ഈ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥി കൂടിയായ BK രാധാകൃഷ്ണ പിള്ളை അവർകൾ, ഡോക്ടർ BK രാധാകൃഷ്ണ പിള്ളை അവർകളാണ് നമുക്കിന്ന് ഒരു വിദ്യാലയ പരിചയം നൽകാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ വിദ്യാലയത്തിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിത്വമാണ് രാധാകൃഷ്ണൻ ഭായ്. നമുക്ക് എല്ലാവർക്കും അതൊരു അഭിമാനമാണ്. കാരണം ഇത്രയും വലിയൊരു സീനിയറെ നമുക്ക് തോളത്ത് കൈയിട്ട് ഭായ് എന്ന് വിളിക്കാൻ സാധിക്കുന്നു. കാരണം അദ്ദേഹത്തിന് വിനയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എവിടെയും എത്രയോ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ഇന്ത്യക്ക് അകത്തും പുറത്തും
ഒരുപാട് സെന്ററുകൾ സഞ്ചരിച്ച് പരിചയമുള്ള ബ്രഹ്മകുമാരി സെന്ററുകൾ പരിചയമുള്ള ആളാണ് രാധാകൃഷ്ണൻ ഭായി. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിന്റെ പരിചയം അദ്ദേഹത്തിന് കൂടുതൽ നന്നായി പറഞ്ഞു തരാൻ സാധിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഈ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരി സഹോദരങ്ങളെ, ശ്രീജയസൃഷ്ടി ഇതിനധികം ഇതിനുള്ളിൽ തന്നെ ഇതിൻ്റെ സംക്ഷിപ്തമായ പരിചയം നൽകി. എന്നിരുന്നാലും കുറച്ച് വാക്കുകൾ കൂടി ഞാൻ അതിനോട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് സാധാരണ വിദ്യാലയമല്ല. സ്വയം ഭഗവാൻ, പരംപിത പരമാത്മാവ്, പ്രജാപിത ബ്രഹ്മാവിലൂടെ 1937 ഈ സ്ഥാപനം സ്ഥാപിക്കുന്നത്. തുടക്കത്തിൽ ഒരു ചെറിയ കുടുംബ സദസ്സായി പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു. പിന്നീട് 1950 ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലേക്ക് മാറ്റി. ഈ വിദ്യാലയത്തിൻ്റെ ലക്ഷ്യം തന്നെ ഇവിടെ സൃഷ്ടി പരിവർത്തനം എങ്ങനെ കൊണ്ടുവരാം, അതായത് ഇന്നത്തെ സൃഷ്ടിയിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി എങ്ങനെ രചിക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിശ്വവിദ്യാലയം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ ഒരു പ്രത്യേക റോളാണ് ടീച്ചറായി എല്ലാ ആത്മാക്കളെയും പഠിപ്പിക്കുക എന്നുള്ളത്. ആ കർത്തവ്യമാണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ നടന്നു വരുന്നത്. ഇവിടെ ഇന്ന് ലോകത്ത് 110-ലധികം രാജ്യങ്ങളിലായി ഇതിൻ്റെ സേവനം നടന്നു വരുന്നു. ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ ശാഖകളില്ലാത്ത ഒരു ഭൂഖണ്ഡം പോലും ഇന്ന് ഭൂമിയിലില്ല. സാമൂഹിക സേവനത്തിന് വേണ്ടി ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങൾ 20 വിങ്സിലൂടെയാണ് നടന്നു വരുന്നത്. എഡ്യൂക്കേഷൻ വിങ്, മെഡിക്കൽ വിങ്, സയൻറ്റിസ്റ്റ് ആൻഡ് എൻജിനീയേഴ്സ് വിങ്, അങ്ങനെ IT വിങ് ഉൾപ്പെടെ ലേറ്റസ്റ്റ് അതാണ്. 20 വിങ്ങുകളിലൂടെയാണ് ഇതിൻ്റെ സേവനം അനുഷ്ഠിച്ചു വരുന്നത്. ഓരോ മനുഷ്യനിലെയും നന്മകളെ വളർത്തി തിന്മകളെ ഇല്ലാതെയാക്കി മനുഷ്യനിൽ നിന്നും ദേവതയാക്കുക എന്നുള്ള ഏറ്റവും പരമമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വിശ്വവിദ്യാലയം പ്രവർത്തിച്ചു വരുന്നത്. ഈ വിശ്വവിദ്യാലയത്തിൽ 4 വിഷയങ്ങളുണ്ട്. 1 ജ്ഞാനം, 2 യോഗ, 3 ദിവ്യഗുണങ്ങളുടെ ധാരണ, 4 സേവനം. ഇന്ന് മുഴുവൻ വിശ്വവിദ്യാലയത്തിലും ഒരേ സിലബസിൽ ഒരേ ഡയറക്ഷനിൽ ഈശ്വരൻ്റെ ഒരേ മതത്തിലൂടെ ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും തൻ്റെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ജാതി, മത, വർഗ, ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം സൗജന്യമായി ലഭിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യയാണിത്. പക്ഷേ അതിന് നമുക്ക് ചിലവാക്കി വേണ്ടിരുന്നതോ ചില്ലിക്കാലച്ച് പോലും നമുക്ക് ചിലവാക്കേണ്ടി വരുന്നില്ല. ഏറ്റവും ഉയർന്ന വിദ്യ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ലഭ്യമാക്കുന്ന ഒരേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ ലോകത്ത് ഈശ്വര വിശ്വവിദ്യാലയം. ഇന്ന് UN ഇതിന് കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് കൂടിയുണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ അംഗത്വമുണ്ട്. ഇന്ന് ഈ വിശ്വവിദ്യാലയത്തിന് നേതൃത്വം നൽകുന്നത് രാജയോഗിനി ബ്രഹ്മകുമാരി ഡോക്ടർ രതൻ മോഹിനി ദാദിജിയാണ്. ഇന്ന് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ പാഠ്യക്രമം ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനെ ആസ്പദമാക്കി പല കോഴ്സുകളും, ഉദാഹരണത്തിന് PG ഡിപ്ലോമ, MBA, MSc, ഡോക്ടറേറ്റ്, ഇതെല്ലാം പല യൂണിവേഴ്സിറ്റികളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ സീനിയർ ദാദിമാർക്കും അതുപോലെ സീനിയർ ബ്രദേഴ്സിനും എല്ലാം ഇന്നും പല യൂണിവേഴ്സിറ്റികളും ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിക്കുക ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു വിശേഷത, ലോകത്ത് സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരേ ഒരു ആധ്യാത്മീയ സ്ഥാപനം
പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയമാണ്. കാരണം മാതൃശക്തി മാത്രമേ ഈ ലോകത്തിൽ കാര്യമായ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടുകൊണ്ട് തന്നെ ഈശ്വരൻ മാതാക്കളെ മുന്നിൽ നിർത്തി ഇന്ന് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ സേവനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ഇതിൻ്റെ ഉത്തമമായ തെളിവാണ് നമ്മുടെ ശിവാനി സിസ്റ്റർക്ക് നാരീശക്തി അവാർഡ് നൽകി കേന്ദ്ര ഗവൺമെൻറ് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ആദരിക്കുകയുണ്ടായി. പിന്നെ ഈ ഈശ്വര വിശ്വവിദ്യാലയത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും ഈ വിശ്വവിദ്യാലയത്തിൽ വന്ന് അനുഭവിച്ചറിഞ്ഞാലേ ഈ വിശ്വവിദ്യാലയം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കുകയുള്ളൂ. കാരണം എപ്പോഴാണോ നമ്മൾ പരമാത്മാവിനെ മനസ്സിലാക്കി അത് അനുഭവം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നത്, അപ്പോഴേ നമുക്ക് ഈ ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ മഹാത്മ്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും മറ്റ് വിശ്വവിദ്യാലയങ്ങളെ അപേക്ഷിച്ച് ഏതാനും ചില വിശേഷതകൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് ഈ വിശ്വവിദ്യാലയം മുഴുവൻ വിശ്വത്തിനും വേണ്ടിയാണ്. അതായത് മനുഷ്യാത്മാക്കൾക്ക് മാത്രമല്ല, പ്രകൃതിക്കും മാറ്റം ഉണ്ടാക്കാൻ കാരണമായ ജ്ഞാനമാണ് നമുക്ക് ഈ വിശ്വവിദ്യാലയത്തിലുള്ള ഈശ്വരൻ തരുന്നത്. ശരിക്കും വിശ്വവിദ്യാലയത്തിൻ്റെ പേര് അനർത്ഥമാക്കുന്ന ഒരേ ഒരു വിശ്വവിദ്യാലയം പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയമാണ്. കാരണം മുഴുവൻ വിശ്വം എന്ന് പറഞ്ഞാൽ മനുഷ്യാത്മാക്കളും വരുന്നു, പ്രകൃതിയും വരുന്നു. മാത്രമല്ല സത്യഗീതാജ്ഞാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ്. മനുഷ്യനെ ദേവതയാക്കുന്ന സ്ഥാപനം, നരനെ നാരായണനാക്കുന്ന സ്ഥാപനം, നരകത്തെ സ്വർഗമാക്കുന്ന സ്ഥാപനം, സർവർക്കും മുക്തി, ജീവൻ മുക്തി, സദ്ഗതി നൽകുന്ന സ്ഥാപനം, ആപാലവൃത്തങ്ങൾക്കും ഒരേപോലെ ഒരേ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാവുന്ന സ്ഥാപനം. അങ്ങനെ ഇതിൻ്റെ മഹിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവിൻ്റെ മഹിമ എത്രയുണ്ടോ അത്രയും മഹിമ ഈ വിശ്വവിദ്യാലയത്തിനുമുണ്ട്. പിന്നെ ഈ വിശ്വവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെറും തിയറി മാത്രമല്ല, എങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് കൂടിയാണ് മനസ്സിലാക്കി തരുന്നത്. ഉദാഹരണത്തിന് ഈ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ജ്ഞാനത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് യോഗിക്കെത്തി എങ്ങനെ നമുക്ക് യോഗശക്തിയിലൂടെ ഈ പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തി നല്ല വിളവും അതുപോലെ കീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ ഏറ്റവും നല്ല വിളവ് ലഭിക്കാവുന്ന എന്തായാലും പ്രാക്ടിക്കലായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് പല യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, എങ്ങനെ നമുക്ക് യോഗശക്തിയിലൂടെ ശാരീരികമായ രോഗങ്ങളെ നിവാരണം ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടക്കുന്ന CAT പ്രോഗ്രാം, ബൈപ്പാസ് സർജറി ഇല്ലാതെ എങ്ങനെ ഹൃദ്രോഗത്തിന് മുക്തി കിട്ടാം, അതുപോലെ ലഹരി മുക്ത ജീവിതം എങ്ങനെ നയിക്കാം. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ എല്ലാം ആശ്ലേഷിക്കുകയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല സൗരോർജം എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരികയും അതുപോലെ നമുക്ക് പ്രകൃതിയിലുണ്ടാകുന്ന പൊല്യൂഷൻ, അതായത് മാലിന്യത്തെ കുറയ്ക്കാമെന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 1 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ തെർമൽ പവർ സ്റ്റേഷൻ നമ്മുടെ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ച് ഏതാനും വർഷങ്ങളായി. മാത്രമല്ല അവിടുത്തെ എല്ലാ വൈദ്യുത ഉപയോഗവും നമ്മൾ സോളാർ എനർജിയിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ മാത്രമല്ല ഇന്ന് UN-ലും ക്ലൈമറ്റ് ചേഞ്ച് അതുപോലെയുള്ള ഇന്നക്കാലത്ത് നമ്മളെ ഗ്രഹിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ സഹോദരന്മാർ വളരെ ക്രിയേറ്റീവായിട്ട് സജഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ പഠിക്കുന്ന ജ്ഞാനം തിയറി മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യം കൂടിയാണ്. അങ്ങനെ ഈ വിശ്വവിദ്യാലയത്തെ പറ്റി എത്ര പറഞ്ഞാലും തീരുകയില്ല. അതുകൊണ്ട് ഇത്രയും വാക്കുകളിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓം ശാന്തി. താങ്ക് യു. ഓം ശാന്തി. തൻ്റെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ബൃഹത്തായ വിദ്യാലയത്തിൻ്റെ പരിചയം, അതിൻ്റെ ഓരോരോ പ്രത്യേകതകളും എടുത്തെടുത്ത് പറഞ്ഞ് നമുക്കെല്ലാവർക്കും തന്ന രാധാകൃഷ്ണൻ ഭായിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമുക്ക് അടുത്തതായി നിർവഹിക്കാനുള്ളത്. അതിനുവേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ സുരേഷ് കുമാർ അവർകളാണ്. അദ്ദേഹം റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോഴിക്കോടിൽ ജോയിന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. നമുക്ക് അറിയാം, നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം സപ്പോർട്ടായിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം.
ഈ വെസ്റ്റ് ഹില്ല് പോളിടെക്നിക്കിൽ അദ്ദേഹം പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിരുന്നു. നമ്മൾ ഈ ചടങ്ങിന് അതുകൊണ്ട് തന്നെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു, പെട്ടെന്ന് തന്നെ വരാൻ സമ്മതിച്ചു. മാനേജ്മെന്റ് ലീഡർഷിപ്പിൽ അദ്ദേഹം ബ്രിട്ടീഷ് കൗൺസിലിന്റെ CMI ലെവൽ 5 സർട്ടിഫിക്കേഷൻ നേടിയ വ്യക്തിയാണ്. കൂടാതെ ഇപ്പോൾ കൂടുതലും ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന AI, അതായത് ഡീപ്പ് ലേണിംഗ് ടെക്നോളജിയിൽ അദ്ദേഹം റിസർച്ചർ കൂടിയാണ്. എല്ലാ മേഖലയിലും തന്റെ സാന്നിധ്യം അറിയിച്ച വിശിഷ്ട വ്യക്തിത്വത്തെ നമുക്ക് ഈ ചടങ്ങിൽ ഉദ്ഘാടനത്തിനായി കിട്ടിയത് നമ്മുടെ എല്ലാവരുടെയും സൗഭാഗ്യമാണ്. അദ്ദേഹത്തെയും മറ്റുള്ള അതിഥികളെയും ഇവിടെ ഉദ്ഘാടന കർമ്മത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ ആത്മീയ സഹോദരി സഹോദരന്മാരെ നമസ്കാരം. നമ്മളിന്നെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ഉത്സവമായ ശിവജയന്തി ആഘോഷിക്കാനാണ്. അപ്പോൾ നമ്മൾ സത്യയുഗത്തിലുള്ള ശിവൻ്റെ അവതാര ദിനമായിട്ടാണ് ശിവജയന്തി നമ്മൾ കൊണ്ടാടുന്നത്. നമ്മൾ ശിവജയന്തി നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്നത് ശരീരമല്ല, ആത്മാവാണെന്നാണ്. ശരീരം എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, ആത്മാവെന്ന് പറഞ്ഞാൽ അത് ശാശ്വതവും അത് ദൈവികവുമായിരിക്കും എന്നാണ്. ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്, അതായത് അതിൻ്റെ സംസ്കൃതം, അതിൻ്റെ മലയാളം ഭാഷ ഞാൻ പറയാം. നമ്മൾ ഈ ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുവാനോ തീയിൽ ദഹിപ്പിക്കാനോ പിന്നീട് വെള്ളത്തിൽ നനയ്ക്കാനോ കാറ്റ് കൊണ്ട് തന്നെ നശിപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പൊ അതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവ് നമ്മുടെ പരമാത്മാവ്. നമ്മൾ ഈ ശിവജയന്തിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശിവജയന്തിയിൽ നമ്മൾ ഈ നമ്മുടെ പരമാത്മാവിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ പരമാവിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉന്നതമായ ജീവിത വിജയങ്ങൾ ഉറപ്പായും കിട്ടും. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു ദുഃഖയുഗമാണ്, ധാരാളം പ്രയാസങ്ങളുള്ള ഒരു യുഗമാണ്. കലിയുഗത്തിൽ തന്നെ വേണമെങ്കിൽ പറയാം വളരെ. കാരണം ഒന്ന് പത്രം വായിച്ചാൽ നമുക്കറിയാം, പത്രത്തിലുള്ള ഓരോ ന്യൂസും വായിച്ചാൽ ദുഃഖിക്കാനുള്ള സമയമുള്ളൂ, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ ശിവജയന്തിയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്തിട്ട്, അതിൻ്റെ സന്ദേശം ഏറ്റെടുത്തിട്ട് നമ്മളതൊരു സ്വർണ്ണയുഗമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂട്ടായ്മ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ സജ്ജനങ്ങളും അതിനു വേണ്ടിയിട്ട് കൂട്ടായി പ്രവർത്തിക്കണം. അതിനുവേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഓം ശാന്തി. നമ്മുടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച് നമുക്ക് എല്ലാവർക്കും നല്ലൊരു പരമാത്മാ ബന്ധത്തിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും എല്ലാം പറഞ്ഞു തന്ന
ഡോക്ടർ സുരേഷ് കുമാർ അവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. താങ്ക് യു. നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് ശിവജയന്തി ആഘോഷങ്ങളാണ്. ശിവജയന്തി എന്ന് പറയുമ്പോൾ തന്നെ പുതിയൊരാൾക്ക് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ്. ശിവരാത്രിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ ശിവജയന്തി ലോകത്തിൽ തന്നെ ബ്രഹ്മകുമാരി സംഭവ വിദ്യാലയം മാത്രമാണ് കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ ഈ ശിവജയന്തിയുടെ അറിവ്, ശിവജയന്തി രഹസ്യം എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഈ കോഴിക്കോട് ബ്രഹ്മകുമാരീസിന്റെ ഡയറക്ടറായിരിക്കുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജിയാണ്. നമ്മുടെ ഈ വിദ്യാലയം ഇവിടെ ഭഗവാന്റെ വിദ്യാലയമാണ്. ഭഗവാൻ കോഴിക്കോട് തൻ്റെ ഒരു ഷോപ്പ് തുറക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിന് കണ്ടെത്തിയ ഷോപ്പ് ഉടമയാണ് നമ്മുടെ രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജി. നമ്മൾ അതിലുള്ള കസ്റ്റമേഴ്സാണ്, ഹാപ്പി കസ്റ്റമേഴ്സ്. കാരണം ജലജ ബെഹൻജിയാണ് ഇതിൻ്റെ ഷോപ്പ് ഉടമ. കാരണം നല്ലൊരു ഷോപ്പ് നടത്തിക്കൊണ്ടുപോകാൻ, അത് വിജയിപ്പിക്കാൻ ഒരുപാട് കഠിനാധ്വാനവും തപസ്സും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും വഴിയിലൂടെ കഴിഞ്ഞ 25 വർഷത്തിലധികമായി 30 വർഷത്തിലധികമായി ഈ കോഴിക്കോടിനെ താങ്ങായും തണലായും കൊണ്ടുപോകുന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജിയെ നമുക്ക് എല്ലാവർക്കും ശിവജയന്തി സന്ദേശം നൽകാൻ വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. പരംപ്രിയ പരമരക്ഷകനായ പരംപിത പരമാത്മാവിൻ്റെ അരുമസന്താനങ്ങളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വമുള്ള വ്യക്തികളെ, എൻ്റെ ആത്മീയ സഹോദര സഹോദരിമാരെ, എല്ലാവർക്കും 89ാമത്തെ ശിവജയന്തിയുടെ ആശംസകൾ. ഇന്ന് എല്ലാവരും ആഘോഷിക്കുന്നത് ശിവരാത്രിയാണെങ്കിൽ ബ്രഹ്മകുമാരി ശിവജയന്തിയാണ് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമാണ്, ഈ 89ാമത്തെ ശിവജയന്തി എന്ന് പറയുമ്പോൾ ശിവൻ ആകെ ജനിച്ചിട്ട് 89 വർഷമായിട്ടുള്ളൂ എന്ന സംശയങ്ങൾ ഉണ്ടാവും. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, എപ്പോഴാണോ ഈ ലോകത്തിൽ അധർമ്മം, അന്യായം, അത്യാചാരങ്ങൾ കൂടുന്നു, അതായത് ധർമ്മഗ്ലാനി സംഭവിക്കുന്നു, അപ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കൂ എന്ന മഹാവാക്യ ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധർമ്മങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അന്യായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദുഃഖ, അശാന്തി, ടെൻഷൻ കൂടി വരാണ്. നമ്മൾ വിചാരിക്കൂ പല സൗകര്യങ്ങൾ നമുക്ക് പണ്ടത്തെ പോലെ അല്ല, ഇന്നും ഒരുപാട് സൗകര്യമുണ്ട്, ഇതിലൂടെ നമുക്ക് ഒരുപാട് സുഖം കിട്ടുമോ എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ ചിന്ത. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അന്ന് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. അന്ന് മൊബൈലില്ല, ടെലിവിഷനില്ല, ഒരു സാധനങ്ങളും നമുക്കില്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. അതിൻ്റെ കാരണം നമ്മളെല്ലാവർക്കുള്ള ഉള്ളിലുള്ള ആ ഒരു മാനവ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഉണ്ട്, എന്നാൽ അത് നമുക്ക് വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത് കുംഭമാസത്തിൻ്റെ കറുത്ത വാവിൻ്റെ തലേദിവസമാണ്. അതായത് അമാവാസ്യയ്ക്ക് തലേദിവസമാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുക. ഇന്ന് ശിവരാത്രി മാസം 26-ാം തീയതിയാണ്. പക്ഷെ ബ്രഹ്മകുമാരീസ് ഇന്ന് നേരത്തെ ആഘോഷിക്കാൻ കാരണം ഒരുപാട് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ സന്ദേശം എത്തിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് ഈ ശിവരാത്രി ഞങ്ങൾ ഈ കോഴിക്കോടിൻ്റെ വയനാടിൻ്റെ ശാഖകൾ ആഘോഷിക്കുക. കാരണം എപ്പോഴാണോ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുന്നു, ഇപ്പോൾ ഭഗവാൻ ഒരു ചിന്ത വന്നപ്പോഴാണത്രേ ഈ ഭൂമിയിലേക്ക് വരുന്നത്. എൻ്റെ സന്താനങ്ങളായ, എൻ്റെ മക്കളായ എല്ലാ ആത്മാക്കളിൽ നിന്ന് സന്തോഷം, ശാന്തി, സമാധാനം ഇല്ലാതെ ദുഃഖികളായി എന്നെ കാണാൻ വേണ്ടി, എന്നിലെ ശക്തി നേടാൻ വേണ്ടി ഇന്ന് അലയുകയാണ്. പക്ഷേ എന്നാലും ശാന്തി, സമാധാനം ഇന്ന് കിട്ടുന്നില്ല.
അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി തന്നു എല്ലാവർക്കും ആ സുഖം ശാന്തി നൽകണം എന്ന ഒരു സങ്കല്പത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസമാണ് ഞങ്ങൾ ശിവരാത്രി അല്ലെങ്കിൽ ശിവജയന്തി ആഘോഷിക്കാം. പരമാത്മാ ഒരിക്കലും ജനിക്കില്ല, പരമാത്മാ അവതരിക്കുകയാണ്. എങ്ങനെയാണ് ഗീതയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്ന് സൃഷ്ടിയുടെ ഉദ്ധാരത്തിന് വേണ്ടി മാനവരെ അഥവാ മനുഷ്യരെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആ ആസുരീയ ഗുണങ്ങൾ എന്താണോ അതിനെ ഇല്ലാതെയാക്കി ഒരു ദൈവത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്വയം പരമാത്മ ഈ ഭൂമിയിൽ അവതരിക്കുക. അതിനെയാണ് ഇന്ന് ബ്രഹ്മകുമാരീസ് ശിവരാത്രിക്ക് പകരം ശിവജയന്തി ആഘോഷിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്തഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഭാവനകളൊക്കെ ഉണ്ട് അല്ലേ. കർത്തഭാവ ദിവസമാണ് ഞങ്ങൾ എല്ലാ ആത്മാക്കളെ വിളിച്ച് അവർക്കുള്ള ബലി കൊടുക്കുക, അവരെ സംതൃപ്തരാക്കാം. അതൊക്കെ അമാവാസ്യ ദിവസമാണ്, അതായത് കർത്തഭാവ ദിവസം. പക്ഷേ ഈ ശിവരാത്രി നമ്മൾ എല്ലാ മാസത്തിലും ഒരു പ്രാവശ്യം ശിവരാത്രി ഉണ്ട്. അതായത് അമാവാസ്യ വരുമ്പോൾ നമ്മളൊക്കെ സൂക്ഷ്മത്തിൽ ആ ശിവനെ നമ്മൾ ധ്യാനിക്കുന്നു. കാരണം നമ്മൾ ഈ ദുഷ്ടശക്തികളിൽ നിന്ന്, നെഗറ്റീവ് ആയിരിക്കുന്ന ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അമാവാസ്യ ദിവസം ഇരുട്ടായിരിക്കുമോ, ആ സമയത്ത് നമുക്ക് പുറത്ത് ഇറങ്ങാനും ഭയമായിരിക്കുമോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സൃഷ്ടിയിൽ എപ്പോഴാണോ ഇരുട്ട് വരുന്നത് ആ സമയത്ത് നെഗറ്റീവ് ആയിരിക്കുന്ന എല്ലാവരും പുറത്തേക്ക് വരുമെന്ന്. അപ്പോൾ വാസ്തവത്തിൽ സ്ഥൂലത്തിൽ കൂടി നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ഈ അന്ധകാരം ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ ദുർവികാരങ്ങളും പുറത്തേക്ക് വരാം. അപ്പം ഈ ദുർവികാരങ്ങളെ ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരമാത്മാവ് നിരാകാരി സ്വയംഭൂ സർവജ്ഞനായ പരമാത്മ ഈ ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് ഇന്ന് നമ്മൾ ശിവജയന്തി ആഘോഷിക്കാം. ഇപ്പം ഈ ശിവരാത്രി നമ്മൾ ഒരുപാട് വ്രതങ്ങൾ എടുക്കാറുണ്ട്. അതിൽ മുഖ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ബാക്കി എല്ലാതും ജയന്തി ആഘോഷിക്കാം. കൃഷ്ണ ജന്മാഷ്ടമി, രാമനവമി അല്ലേ, ഗാന്ധി ജയന്തി, ഇതൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുക. അവർ ജനിച്ചത് രാത്രി ആണെങ്കിലും ആഘോഷിക്കുന്നത് പകലാണ്. കൃഷ്ണൻ ജനിച്ചത് രാത്രിയാണ്, പക്ഷെ കൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് പകലാണ്. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ ശിവരാത്രി 24 മണിക്കൂർ ആഘോഷിക്കുന്ന ഒരേ ഒരു ഉത്സവമാണ് ശിവരാത്രി അല്ലെങ്കിൽ ശിവജയന്തി. പകല് ഞങ്ങൾ എന്താ ചെയ്യാം? 2 കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ശിവരാത്രി ദിവസം ചെയ്യാം. ഒന്ന്, നമ്മളെല്ലാവരും പ്രത്യേകിച്ച് അമ്മമാർ ചെയ്യുന്ന ഒരു വ്രതമാണ് ഉപവാസം. ഉപവാസമൊക്കെ എടുക്കും. എല്ലാവരും എന്താ പറയുക, ഇന്ന് ഷുഗർ ഇതൊക്കെ കൂടിയത് കൊണ്ട് എന്തെങ്കിലും കുറച്ച് പാലോ പഴമൊക്കെ കഴിക്കാം. പക്ഷെ അരി ഭക്ഷണം പാടില്ല എന്നാണ് പറയാം. അരി കൊണ്ട്, അതായത് ചോറോ ഇതൊക്കെ ചോറ് ദിവസം തിന്നു, പക്ഷെ ഒരു ദിവസം നമുക്ക് പാൽ എത്ര വേണമെങ്കിലും കുടിക്കാം, പഴം എത്ര വേണമെങ്കിലും കഴിക്കാം. അതാണ് നമ്മുടെ ഉപവാസം എന്ന് പറയും. പക്ഷേ സത്യമായിരിക്കുന്ന ഭക്തന്മാർ കൂടെയുണ്ട്. അവർ ഒരു ദിവസം പൂർണ്ണമായി രാവിലെ 3 മണി മുതൽ പിറ്റേ ദിവസം 3 മണി വരെ അഥവാ 4 മണി വരെ അവർ ഉപവസിക്കും. ഒരു തുള്ളി വെള്ളം പോലും അവർ കുളിക്കാറില്ല. പക്ഷെ വാസ്തവത്തിൽ ഈശ്വരൻ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ഉപവസിക്കണം എന്ന് പറഞ്ഞില്ല. ഉപവാസം, ഉപ്പ എന്നാലർത്ഥം അടുത്ത്, വാസ എന്നാലർത്ഥം വസിക്കുക എന്നാണ്. നമ്മൾ ഇത് ഒരു ദിവസം ഉപവാസം എടുത്ത് പിറ്റേ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കും. രാത്രി ഒരു ദിവസം ഉറക്കൊഴിയും, പിറ്റേ ദിവസം കിടന്നുറങ്ങും. അപ്പോൾ ഒരു ദിവസം നമ്മൾ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് എന്ന് പറയാറുണ്ട്. അതായത് ഒരു രാത്രി നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഉറങ്ങണം. അതായത് ഈ സ്ഥൂലമായിരിക്കുന്ന പ്രകൃതി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരത്തിന് ആത്മാവുള്ളത്ര സമയം അതിന് റെസ്റ്റ് വേണം. റെസ്റ്റ് കുറഞ്ഞാൽ ആത്മാവ് ശരീരത്തിനോട് പറയും നീ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടി, ആത്മാവിനെ ഉദ്ധരിക്കാൻ വേണ്ടി, ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ജ്ഞാനസാഗരനോ സർവജ്ഞനായ പരമാത്മ ഈ ഭൂമിയിൽ വന്ന ദിവസമാണ് നമ്മുടെ ശിവരാത്രി ജയന്തി ആഘോഷിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ശിവരാത്രിയിൽ വർക്ക് വഴിയുക, ഉപവാസം എടുക്കുക? നമ്മൾ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പരമാത്മ വിഷം കഴിച്ചപ്പോൾ അല്ലേ, നീലകണ്ഠേശ്വരൻ്റെ പേരുണ്ട് ശിവൻ. പക്ഷെ നമ്മൾ ശിവനല്ല ശങ്കരനാണ് കാണുന്നതെങ്കിലും നീലകണ്ഠേശ്വരൻ്റെ പേരുണ്ട്. അതായത് വിഷം കഴിച്ചപ്പോൾ പാർവതി എന്ത് ചെയ്തു,
കഴുത്ത് പിടിച്ച് അതവിടെ തങ്ങി നിന്നു. അതുകൊണ്ട് അവിടെ വിഷ തങ്ങി നിന്നത് കൊണ്ട് നീലകണ്ഠേശ്വരൻ എന്നാണ് പറയാം. അതായത് ഈ കണ്ഠൻ അവിടെ കഴുത്തിൽ ഈ തൊണ്ടയിൽ അത് കുരുങ്ങി നിന്നു, അതുകൊണ്ട് നീലകണ്ഠേശ്വരനായി. വാസ്തവത്തിലൊന്ന് ചിന്തിച്ച് നോക്ക്, മൃത്യുഞ്ജയനായ ജനന മരണ ചക്രത്തിൽ വരാത്ത ഈശ്വരൻ എങ്ങനെ മരിക്കും? എന്താണ് വിഷം? കാരണം ഇന്ന് മനുഷ്യൻ കൂടെ ഈ വിഷമൊക്കെ കുടിച്ചാൽ പെട്ടെന്നൊന്നും ചാവില്ല. കാരണം ആ വിഷത്തിന് ഇന്ന് പവറൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ശരീരം ഇന്ന് പകുതി വിഷം കൊണ്ടാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരമാവാം ഒക്കെ മായ ചേർത്തത് കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരോ പണ്ടൊരു നമ്മൾ പറയാറുണ്ട്, എലി ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് അവർ മരിച്ചു. ഇന്ന് എലി ഭക്ഷണത്തിൽ എലി കൂടി ചാവാത്ത ഓരോ സമയമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ശിവൻ അജന്മനായിരിക്കുന്ന ജനന മരണ ചക്രത്തിൽ വരാത്തുന്ന സർവശക്തനായ പരമാത്മ എങ്ങനെ മരിക്കും? അപ്പം എന്താണ് വിഷം? എന്തുകൊണ്ടാണ് പാർവതി ആ കഴുത്ത് പിടിച്ചത്? അതായത് ശിവൻ മരിക്കാതിരിക്കാൻ. അപ്പം പ്രത്യേകിച്ച് ഈ ശിവരാത്രി ദിവസം അമ്മമാരാണ് അവരുടെ പതി അല്ലെങ്കിൽ ഭർത്തക്കന്മാരുടെ ആയസ് നീട് കിട്ടാൻ വേണ്ടി അവർ വ്രതം എടുക്കുന്നു എന്നാണ് പറയാം. വാസ്തവത്തിൽ ഇന്ന് നമുക്ക് ആർക്കോ എത്ര മൃത്യുഞ്ജയ ഹോമം നടത്തിയാലോ ആയസ് നീണ്ട് കിട്ടില്ല, നമുക്ക് ഉറപ്പാണ്. പക്ഷെ എന്നാലും കുറച്ച് സമയമെങ്കിലും നമുക്കത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്താ ചെയ്യുക? ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയനായ ഈശ്വരൻ്റെ മുന്നിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എല്ലാ മൃത്യുവിനും കാലൻ്റെ കാലൻ മഹാകാലൻ എന്നാണ് ഈശ്വരൻ്റെ മഹിമയുള്ളത്. അപ്പോൾ ഈ മൃത്യുവിൽ നിന്ന് ജയിപ്പിക്കുന്നത് ഒരു ഈശ്വരനെ സാധിക്കുള്ളൂ. പക്ഷേ ഈ ശരീരത്തിൻ്റെ മൃത്യുവല്ല, ആത്മാവ് ഈ ദുഃഖ അശാന്തിന് രക്ഷപ്പെടാൻ, ഈ മൃത്യുവിന് രക്ഷപ്പെടാൻ വേണ്ടി ജ്ഞാനസാഗരനായ ശിവബാബുവിന് നമുക്ക് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ആരാണോ ജ്ഞാനപാനം ചെയ്യുന്നു അവർ അമരരായി മാറും എന്നാണ് പറയാം. ഈ അമരത്വം ഉള്ളത് ശരീരത്തിനല്ല, ആത്മാവിനാണ്. ആത്മാവ് സദാ ആരോഗ്യമായിരിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനപാനം ചെയ്യണോ, ജ്ഞാന അമൃത കുടിക്കണോ. ഇപ്പോൾ ഈ അന്ധകാര നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെളിച്ചം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജ്ഞാനസൂര്യനായ പരമാത്മാ തന്നെ ഈ ഭൂമിയിൽ അവതരിക്കണം. അപ്പോഴേ ഈ ഭൂമിയിൽ ആ പ്രകാശം ഉണ്ടാവുള്ളൂ. എങ്ങനെ നമുക്കറിയാം, സൂര്യൻ വരുമ്പോൾ എങ്ങനെയാണ് അന്ധകാരം ഇല്ലാതെയാവുന്നു. കുറേ ശക്തി നമുക്കതിൽ ഉണർവുണ്ടാവുന്നു. അതേപോലെ ജ്ഞാനസാഗരനായ പരമാത്മ, ജ്ഞാനസൂര്യനായ പരമാത്മ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ഊർജമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ കലിയുഗത്തിൽ എല്ലാവർക്കുള്ള ഒറ്റ പരാതിയാണ്, ഇന്ന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ടെൻഷനാണ് എന്നൊക്കെയാണ്. പക്ഷെ എങ്ങനെ ടെൻഷൻ നമുക്ക് രക്ഷപ്പെടാം? അതിനാണ് പരമാത്മ നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, നമ്മളൊക്കെ ആരാണ്, നമ്മളൊക്കെ ഒരച്ഛൻ്റെ മക്കളാണ്. നിരാകാരിയായിരിക്കുന്ന പരമാത്മാവ് ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വരുന്ന ദിവസമാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുക. അപ്പോൾ ഒന്ന് ഞങ്ങൾ ഉപവാസം, അതായത് സദാസമയം ഉണർന്നിരിക്കണം. മൂന്നാമത്തെ നേത്ര കണ്ണ് തുറന്നുകൊണ്ട് ഉപവാസം എപ്പോഴും ഈശ്വരൻ്റെ അടുത്തിരിക്കണം. അല്ലാതെ ഒരു ദിവസം ഉപവാസം, ഒരു ദിവസം വർക്ക് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ നല്ലതാണ് ഉപവാസമൊക്കെ. കാരണം നമ്മൾ ഇടയ്ക്കൊന്ന് ഉപവാസം എടുക്കുക നല്ലതാണ്. കാരണം ഈ ശരീരത്തിൽ ഒരുപാട് എന്താ പറയുക വിഷാംശങ്ങളുണ്ട്. അത് പോകണമെന്നുണ്ടെങ്കിൽ ഉപവാസം എടുക്കുക. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റില്ല. ഇപ്പം ഈശ്വരൻ്റെ അടുത്ത് വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനമാകുന്ന മൂന്നാമത്തെ നേത്ര തുറന്നു കൊണ്ട് വേണം നമ്മൾ ജാഗ്രതരായിരിക്കണം. പിന്നെ ശിവക്ഷേത്രത്തിൽ നമ്മൾ കാണുന്നത് ശിവലിംഗമാണ്. ഏത് ശിവന്റെ ക്ഷേത്രത്തിൽ പോയാൽ വ്യത്യസ്തമായിരിക്കുന്ന പേരുണ്ട്. നീലകണ്ഠേശ്വരനുണ്ട്, പാപ്പകട്ടേശ്വരനുണ്ട്, സോമനാഥനുണ്ട്, ഒരുപാട് പേര് ഈശ്വരനുണ്ട്. കാരണം പരമാത്മ ഈ ഭൂമിയിൽ വന്നും ചെയ്യുന്ന കർത്തവ്യം അനുസരിച്ചാണ് ശിവന് പേരുള്ളത്. പിന്നെ ശിവന് ഏറ്റവും ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട്. എല്ലാതും ഇഷ്ടമാണ്, പക്ഷെ ചില സാധനങ്ങൾ ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അതിലൊന്ന് എന്തായിരിക്കും? കുവളയില. ഈശ്വരൻ നമ്മൾ സമർപ്പിക്കുന്നത് കുവളയിലയാണ്. 3 ഇതളുള്ള കുവളയില നമ്മൾ സമർപ്പിക്കും.
പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇല അർപ്പിച്ചാൽ യേശുവിന് സന്തുഷ്ടനാവത്രേ. അതിൻ്റെ അർത്ഥം 3 ഇതളുണ്ട്: മനസ്സ, വാച, കർമ്മണ. ആരാണോ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, കർമ്മണ കൊണ്ട് പരിശുദ്ധാവുന്നോ അവരെയാണ് യേശുവിന് ഇഷ്ടം. അല്ലേ, നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഉള്ളിലൊന്ന് പുറത്തൊന്നെന്ന് പറയും. കാണുന്ന പോലെയല്ല, ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയും. അങ്ങനെ അത് ഇഷ്ടമല്ല ഈശ്വരന്. ഈശ്വരന് വേണ്ടത് സത്യമായ മനസ്സ്, സത്യത്തെയാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ പേര് കൂടിയുണ്ട് ഗോഡ് ഈസ് ട്രൂത്ത് എന്നാ പറയാം. ഈശ്വരൻ സത്യമാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തത് അസത്യം, കളവോ, ചതി, ഇതൊന്നും ഈശ്വരന് ഇഷ്ടമില്ല. അപ്പം അതിനെ ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരീയ ജ്ഞാനം നമുക്ക് അത്യാവശ്യമാണ്. രണ്ടാമത്തത്, നമ്മൾ ഈശ്വരന് കൊടുക്കുന്നത് എറുക്ക് പൂവാണ്. നമ്മൾ സോമനാഥ, അതായത് ശിവന്റെ, പ്രത്യേകിച്ച് സോമനാഥ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ റോസാപ്പൂ കാണില്ല, മുല്ലപ്പൂ ഇല്ല, ആകെ കൂളയില കൊണ്ട് ഉണ്ടാക്കിയ മാല കാണും. എറുക്ക് മാല എറുക്ക് പൂ കൊണ്ട് ഉണ്ടാക്കിയ മാലയാണ് കാണാം. അപ്പം അതിൻ്റെ അർത്ഥം ഈശ്വരൻ എല്ലാ പൂക്കളെ സ്വീകരിക്കണം. അവൾ പറയാറുണ്ടല്ലോ, തോട്ടക്കാരനാണ്. നമ്മുടെ ഒരു പാട്ട് കൂടെയുണ്ട്, ഈശ്വരനാരാ? തോട്ടക്കാരൻ. നല്ല നല്ല പൂക്കളെ ഉണ്ടാക്കുന്നത് തോട്ടക്കാരനാണ് ഭഗവാൻ. അപ്പം അതിൽ എറുക്ക് പൂവിനെ കൂടി സ്നേഹിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേസ്റ്റുകൾ നിറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ കൂടി ഭഗവാൻ സ്വീകരിക്കുന്നു, അവരെ പരിവർത്തനം ചെയ്യുന്നു. ഇടയ്ക്ക് ഭഗവാൻ പറയാറുണ്ട്, അജമീലനെ പോലെയുള്ള പാപാത്മാക്കളെ കൂടി ഞാൻ സ്വന്താക്കി അവരെ പരിവർത്തനം ചെയ്യും. അത്രയും മോശമായ പ്രവർത്തിക്കുന്ന ആത്മാക്കളെ കൂടി ഞാൻ പരിവർത്തനം ചെയ്യൂ എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുക അല്ലേ? സ്വന്തം എന്ന് പറയുന്നവരെ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. എന്നെക്കാൾ കൂടുതൽ ന്യൂസൊക്കെ കാണുന്നവർ നിങ്ങളായിരിക്കും അല്ലേ? അതിൻ്റെ അർത്ഥം ഇന്ന് കലിയുഗമാണ്, എല്ലാവരെയും കലി ബാധിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരുടെ ഉള്ളിലും 5 വികാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. കാമക്രോധ ലോഭം അഹങ്കാരം എന്ന 5 വികാരങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട്, ദേഹബോധത്തിൽ വരുന്നത് കൊണ്ട് സ്ഥലകാലബോധം ഇല്ലാതെ എൻ്റെ സ്വന്തം എന്ന് കൂടി മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് ധർമ്മഗ്ലാനി സമയത്താണ് പരമാത്മ ഈ ഭൂമിയിൽ അവതരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കാൻ എല്ലാ ദുർവികാരങ്ങളെ, അതായത് വിഷം, വികാരം എന്ന് പറയുന്നത് വിഷമാണല്ലോ, അതിനെ ഇല്ലാതെയാക്കി നമ്മളെ ഒരു ദേവതയാക്കാൻ വേണ്ടിയാണ് പരമാത്മ ഈ ഭൂമിയിൽ അവതരിക്കുക. ഈ ശിവരാത്രി ദിവസം ചെയ്യുന്ന 2 കാര്യം: ഒന്ന് നമ്മൾ ഉപവാസം, രണ്ടാമത്തെ ജാഗരണം. പിന്നെ എപ്പോഴും ശിവന് ധാര ഇങ്ങനെ അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ജലധാര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം സ്വയം പരമാത്മാവ് നമുക്ക് സദാസമയം ഈ ജ്ഞാനാമൃതം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ ആത്മ ഉന്നതി നമുക്കുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഈശ്വരൻ്റെ ജ്ഞാനം നിത്യം ആര് പഠിക്കുന്നു? ദിവസം ആരാണോ സത്സംഗത്തിൽ വരുന്നു, ആരാണോ ദിവസം ഭഗവാന്റെ മഹാവാക്യം കേൾക്കുന്നു, അവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ പരിവർത്തനം വരും. അതിന് മുഖ്യമായിരിക്കുന്ന കാരണം ഇത്രയുണ്ടോ, ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്, ജ്ഞാനാമൃതം. അതുകൊണ്ട് ഈ ശിവരാത്രി നമുക്കെല്ലാവർക്കും 89ാമത്തെ ശിവജയന്തി എന്ന് പറയുന്നത് ശിവന്റെ മാത്രമല്ല, നമ്മളെല്ലാവരുടെ ബർത്ത്ഡേ കൂടിയാണ്. ഈ ശിവരാത്രി ദിവസം എപ്പോഴും ഞങ്ങളോട് ഈശ്വരനെ ചോദിക്കാറുണ്ട്. ഈശ്വര വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്നത് ഫ്രീ ആണ്, സൗജന്യമായിട്ടാണ് പഠിപ്പിക്കുക. പക്ഷേ ഭഗവാൻ ഞങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് ഫീസ് തന്നിട്ട് വേണോ, ദക്ഷിണ തന്നിട്ട് വേണോ പഠിക്കാൻ? എന്താ നമ്മൾ ദക്ഷിണ കൊടുക്കാം? ദക്ഷിണ ഇല്ലാതെ ഇല്ല. ഏത് സ്കൂളിൽ പോയാലും ഒന്നില്ലെങ്കിൽ പഠിച്ചതിൻ്റെ ദക്ഷിണ കൊടുക്കണം. ഫീസോ ഡൊണേഷൻ ഇല്ല. പക്ഷേ ദക്ഷിണ എന്തായാലും വേണോന്ന് പറയുന്നു. എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന ദക്ഷിണ? ഞാൻ ഭായിയോട് ചോദിക്കാം, എന്താ ദക്ഷിണ കൊടുക്കും? സുരേഷ് ഭായി ആദ്യമായിട്ടാണല്ലോ വന്നത് ഈശ്വര ജ്ഞാനം കേൾക്കാൻ. അപ്പൊ എന്താണ് ഞങ്ങൾ ഭഗവാന് കൊടുക്കുന്ന ദക്ഷിണ? മാനവ സേവന. അച്ഛ, പിന്നെയാ ആരൊക്കെ ഈശ്വരന് ദക്ഷിണ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്? അവരൊക്കെ കുറേ പേര് ദക്ഷിണ കൊടുത്തവരാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നവരാ.
പക്ഷെ ഈശോ ഞങ്ങളുടെ സ്ഥൂലത്തിൽ ഒരു ദക്ഷിണയും ചോദിക്കാറില്ല. നമ്മളോട് ചോദിക്കുന്നത്, ഇന്ന് മനുഷ്യ സ്നേഹികളാണെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കാം. ജാതി, ധർമ്മ, മതം, ലിംഗഭേദ വ്യത്യാസം ഇല്ലാതെ എങ്ങനെ ഭഗവാനെ സ്നേഹിക്കണം, അത് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. പിന്നെ ഒരു ദിവസം 1 മണിക്കൂർ വന്ന് ഈശ്വര വിശ്വവിദ്യാലയത്തിൻ്റെ വിദ്യാർത്ഥിയാവും. അതാണ് ഈശ്വരന് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയാണ്. ഒരു ദിവസം 1 മണിക്കൂർ, 24 മണിക്കൂറുണ്ട്. നമ്മൾ സമൂഹ സേവ ചെയ്യുന്നു, മാനവ സേവ ചെയ്യുന്നു, പക്ഷെ എൻ്റെ സേവ കൂടി വേണ്ടേ? അപ്പം എൻ്റെ സേവ ഏതാ? ഒരു ദിവസം ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വന്ന് വിദ്യാർത്ഥിയാവുക. അതാണ് നമ്മൾ ഈശ്വരന് കൊടുക്കുന്ന ഏറ്റവും വലിയ. ഇപ്പോൾ ഇവിടെ ലക്ഷ്മി നാരായണ 2 പേര് വന്നതുകൊണ്ട് 2 ആളെ ഞാൻ ക്ഷണിക്കുന്നു. ഈ വിദ്യാലയത്തിൽ വന്ന് എന്താണ് പഠിക്കുക, അത് ദിവസം പഠിക്കണോ അതോ ഇങ്ങനെ തന്നെ ആവണമെന്നല്ല, നിർബന്ധമല്ല. പക്ഷെ എന്താണ് ഈശ്വര വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്നത്? ഇത്രയും വലിയ മുഴുവൻ ലോകത്തിൽ പടർന്ന് പന്തലിച്ച ഈ ഒരു പ്രസ്ഥാനം, അത് പ്രത്യേകിച്ച് സ്ത്രീകളാൽ നയിക്കുന്ന, കുടുംബത്തിനെ ഉദ്ധരിക്കുന്ന ഒരു വിദ്യാലയം, ഗൃഹസ്ഥത്തിനെ പവിത്രമായ ഗൃഹസ്ഥാക്കുന്ന ഒരു വിദ്യാലയം. ഇതിൽ എന്താണ് പഠിപ്പിക്കാം, അതെങ്കിലും വന്ന് പഠിക്കണമെന്ന് ഞാൻ 2 പേരെ ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ശിവജയന്തിക്ക് വന്ന എല്ലാ എൻ്റെ സഹോദര സഹോദരിമാർക്ക് 89ാമത്തെ ശിവജയന്തിയുടെ ആശംസകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ 2 വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഓം ശാന്തി. ശിവജയന്തിയുടെയും ശിവരാത്രിയുടെയും രഹസ്യങ്ങൾ ഒരു സമയത്തിനുള്ളിൽ, കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ വിശദമാക്കി തന്ന, എന്താണ് കൂവളത്തിൻ്റെ ഇല, എന്താണ് ഉറക്കമൊഴിയേണ്ടത്, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ രഹസ്യം അതിഗഹനമായി നമുക്ക് മനസ്സിലാക്കി തന്ന രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ചടങ്ങിൽ അടുത്തതായി രാജയോഗ ധ്യാനത്തിൻ്റെ അഭ്യസനമാണ്, അനുഭൂതിയാണ്. ലോകത്തിൽ തന്നെ ഒരുപാട് യോഗകളുണ്ട്, ലക്ഷക്കണക്കിന് യോഗ അഭ്യസനങ്ങളുണ്ട്. അതിലേറ്റവും മഹത്തരമായ ഒന്നാണ് രാജയോഗം. രാജയോഗത്തിനെ കുറിച്ച് അറിഞ്ഞവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഇന്ന് ഇവിടെ എങ്ങനെയാണ് രാജയോഗത്തിന് അനുഭവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ എത്തിയിരിക്കുന്നത് രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബെഹൻജിയാണ്. കോഴിക്കോട് ജോയിന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ചടങ്ങിൻ്റെ മുമ്പേ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മെഡിറ്റേഷൻ എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് സിസ്റ്റർ ഇവിടെ അതിമനോഹരമായി ഒരുപാട് വ്യക്തികൾക്ക് വളരെ മനോഹരമായ മോട്ടിവേഷൻ നൽകി മെഡിറ്റേഷൻ്റെ അനുഭൂതിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അതിനേക്കാൾ ആഴത്തിൽ ഇപ്പോൾ അനുഭൂതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ചടങ്ങിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാജയോഗ ധ്യാനം അഭ്യസിക്കുന്നത് വഴി നമ്മൾ ആത്മാവിനെയും പരമാത്മാവിനെയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ അനുഭൂതിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരിവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. ഇതിനുവേണ്ടി സിസ്റ്റർ നിരവധി ട്രെയിനിങ് പ്രോഗ്രാമുകൾ സ്റ്റേജുകളിലും നിരവധി ടെലിവിഷനുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ നൽകി വരുന്നുണ്ട്. ഈ ചാനലുകൾ കണ്ടിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലും ഒരുപാട് വ്യക്തികൾ പരിവർത്തനം നടത്തിയിട്ടുണ്ട്. ലോകമൊട്ടുക്കും എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബെഹൻജി. നമുക്ക് ഇന്നിവിടെ മെഡിറ്റേഷന്റെ അനുഭൂതി നൽകാൻ വേണ്ടി സിസ്റ്റർ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരെ, എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെ, യോഗ എന്നതായിരിക്കുന്ന ശബ്ദം ആരംഭിക്കുന്നത് തന്നെ സംസ്കൃത ശബ്ദമായിരിക്കുന്ന യുജ് എന്ന ധാതുവിൽ നിന്നാണ്. യുജ് എന്ന് ചിലർത്ഥം ബന്ധം, കണക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെയും നമ്മൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. പക്ഷെ മനുഷ്യന്മാരായിട്ടല്ല, നിരാകാരിയായിരിക്കുന്ന പരംപിത പരമാത്മാവായിട്ട് ഈശ്വരനുമായിട്ടാണ് ബന്ധം എന്ന് മാത്രം. അപ്പോൾ ഒരു ബന്ധം സംഭവ്യമാവണമെങ്കിൽ ഒറ്റയ്ക്കൊരാളിരിക്കുമ്പോൾ നമ്മളൊരു ബന്ധം എന്ന് പറയാറില്ല. ഒരു ബന്ധം സംഭവ്യമാവണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികൾ കൂടിച്ചേരണം, 2ഓ അതിൽ കൂടുതലോ ആവാം. ഇവിടെ നമ്മൾ യോഗം സംഭവ്യമാക്കുന്നത് 2 ശക്തികളാണ്. ഒന്ന് ജീവാത്മാവ്, മറ്റൊന്ന് പരമാത്മാവ്. ജീവാത്മാവ് എന്നാൽ അർത്ഥം
ശരീരമെടുക്കുകയും ദേഹം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന, ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോകുന്ന അനശ്വരമായ ആത്മാ. ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേഹത്തിൻ്റെ ഉള്ളിലെ ദഹിക്കാത്തതായിരിക്കുന്ന ശക്തി, സൂക്ഷ്മാതിസൂക്ഷ്മമായ ആത്മാവ് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ബായി പറഞ്ഞ കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേതയന്ത്യാവോ ന ശോഷയതി മാരുത എന്ന് എഴുതി വച്ചിരിക്കുന്നു. വാളുകൊണ്ട് വെട്ടാനാവില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല, കാറ്റിന് പൊടിക്കാനാവില്ല, അല്ലെങ്കിൽ തീയിന് കത്തിക്കാനാവാത്ത അതിസൂക്ഷ്മാതിസൂക്ഷ്മം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. ഈ ശരീരം എന്തായിരിക്കുന്ന വസ്ത്രം, ഈ ശരീരത്തിൻ്റെ വസ്ത്രം ജീർണിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നത് പോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വസ്ത്രം മാത്രമാണ്. പല വെറൈറ്റി ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്ന ആത്മാക്കൾ ഇരിക്കുകയാണ്. ചിലപ്പോൾ സ്ത്രീയുടെ വസ്ത്രമാവാം, അല്ലെങ്കിൽ പുരുഷൻ്റെ വസ്ത്രമാവാം. നമ്മളെങ്ങനെയാണോ ചുരിദാറും സാരിയും പൈജാമയും ജുബ്ബയായിട്ടുള്ള വെറൈറ്റി ഡ്രസ്സുകൾ ഇടുന്നത്, അതുപോലെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുഞ്ഞുടുപ്പ്, വലിയവരാണെങ്കിൽ വലിയ ഉടുപ്പ്, വൃദ്ധനാണെങ്കിൽ കുറച്ച് പഴകിയ ഉടുപ്പ്, അത്രേ ആത്മാവിന് വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഈ ശരീരമാകുന്ന വസ്ത്രത്തിൻ്റെ ഉള്ളിൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യം അഥവാ ശക്തി എന്ന് പറയുന്നത് ആത്മാവാണ്. കമ്പ്യൂട്ടർ, വെറൈറ്റി ആയിരിക്കുന്ന കമ്പ്യൂട്ടർ, വില കൂടിയ കമ്പ്യൂട്ടറൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ലോകത്ത്. പക്ഷെ സോഫ്റ്റ്വെയർ ഇല്ല എന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിന് ഉപയോഗിച്ചു നമുക്കതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ശരീരം എന്ന കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ആയിക്കൊണ്ട് ഇതിലെങ്ങനെ പ്രോഗ്രാം ചെയ്യണം എന്നതായിട്ടുള്ള പ്രോഗ്രാം റൺ ചെയ്യിക്കുന്ന ആളാണ് ആത്മാവെന്ന് പറയുന്നത്. ഒരു സിമ്മും മൊബൈലും നോക്കുകയാണെങ്കിൽ, മൊബൈൽ നല്ല ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ വീഡിയോ കാണാം, വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. സിമ്മില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ശരീരം എന്ന് പറയുന്നത് എല്ലാ സിസ്റ്റങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ കണ്ണും കേൾക്കാൻ ചെവിയും ഒക്കെ ഉള്ളതായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ സിമ്മാകുന്ന ആത്മാവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിന് മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് യൂസ്ലെസ് ഇൻസ്ട്രുമെൻ്റ് ആയിക്കൊണ്ട് നമ്മളെല്ലാവരും അതിനെ കൊണ്ടുപോയി കത്തിച്ച് കളയും. അതുകൊണ്ട് ഈ ശരീരം എന്ന നശ്വരമായ ശരീരത്തിലിരിക്കുന്ന അനശ്വരനായ ആത്മാ, മലയാളത്തിൽ നമ്മൾ 2 പദം ഉപയോഗിക്കാറുണ്ട്, ഞാനും എൻ്റെയും. ഞാൻ പറയും ഇതെൻ്റെ കണ്ണാണ്, എൻ്റെ കൈയാണ്, എൻ്റെ കാലാണ്. എൻ്റെ എന്ന സാധനം, ഈ കർച്ചീഫിനെ കുറിച്ച് ഞാൻ പറയും ഇത് എൻ്റെ കർച്ചീഫാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ വാച്ചാണ്, എൻ്റെ സാരിയാണ്. ഞാൻ കർച്ചീഫും അല്ല, ഞാൻ വാച്ചും അല്ല, ഞാൻ സാരിയും അല്ല. അതുപോലെ കണ്ണല്ല, കൈയല്ല, കാലല്ല, ദേഹമല്ല, ഇതിനെല്ലാം ഇരിക്കുന്ന അവിനാശിയായിരിക്കുന്ന ഒരു ചെറിയ നക്ഷത്രം. എവിടെയാണ് ഈ ശരീരത്തിൽ ആത്മാവിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഈ ശരീരത്തിലെ എല്ലാ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺട്രോളിങ് പാനൽ എന്ന് പറയുന്നത് തലയാണ്. ആ തലയിലുള്ളിൽ നമ്മൾ ഇവിടെ നിന്നും ഓരോ ലൈൻ നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ 90 ഡിഗ്രിയിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനം ഹൈപ്പോതലാമസിൻ്റെ ആരംഭസ്ഥാനത്ത്, പിറ്റ്യൂട്ടറിയും പിനിയൽ ഗ്ലാൻസും കൂടിച്ചേരുന്ന സ്ഥാനത്ത് അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രം പോലെ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിലെ എല്ലാ കർമ്മവും ചെയ്യുന്നത് ഞാൻ ആത്മാവാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും മരിച്ചു പോകുമ്പോൾ നമ്മൾ അടുത്തൊരു വിളക്ക് കൊളുത്തി വയ്ക്കും തലയ്ക്ക്. ആ വിളക്ക് കെടാതിരിക്കാൻ ശ്രദ്ധിക്കും. അവരുടെ ക്രിയാകർമ്മങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എൻഡ് വരെ ആ വിളക്ക് ആരും കെടുത്താറില്ല. എന്താ കാരണം? അവിടെ നിന്ന് പറന്നുപോയ ആ ജ്യോതിയുടെ പ്രതീകമായി നമ്മൾ വേറൊരു ജ്യോതി കൊളുത്തി വയ്ക്കുകയാണ്. അതായത് ഞാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ശരീരത്തിലിരിക്കുന്ന അനശ്വരനായ അവിനാശിയായിരിക്കുന്ന ദേഹിയായ ആത്മാവാണ്. അപ്പം അതുകൊണ്ട് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആത്മാ എന്ന് അകക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആരുമായി നമുക്ക് ബന്ധപ്പെടണം എന്നതാണ്. ഈശ്വരനുമായി ബന്ധപ്പെടുമ്പോൾ, ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഇന്ന് നടക്കുന്നുണ്ടെങ്കിൽ ആരുടെ പേരിലാണ്? ഈശ്വരൻ്റെ പേരിലാണ്. സ്നേഹസാഗരനായിരിക്കുന്ന ഭഗവാന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുമ്പോൾ അതിൻ്റെ പേരാണ് ധർമ്മഗ്ലാനി എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലാഹുവിൻ്റെ പേരിലും രാമൻ്റെ പേരിലും മനുഷ്യനെ കൊല്ലുന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഹിന്ദു സഹോദരങ്ങൾ ആഘോഷിക്കുന്നൊരു ഫെസ്റ്റിവലാണ് ദീപാവലി. സ്പെല്ലിംഗ് ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ. DEEPAVALI.
അവസാനത്തെ 3 ലെറ്റർ ഒന്ന് കൂട്ടി വായിച്ച് എന്താ നമുക്ക് വായിക്കാൻ കിട്ടുക? അലി. ALI, അലി. മുസ്ലിം സഹോദരങ്ങൾ ആഘോഷിക്കുന്നതായിരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, റംസാൻ. കേട്ടിട്ടില്ലേ? എന്താ സ്പെല്ലിംഗ്? RAMZAN. റംസാനിലെ ആദ്യത്തെ 3 ലെറ്ററിൻ്റെ അടി ഒന്ന് വരച്ചേ നിങ്ങൾ, ഒന്ന് കൂട്ടി വായിച്ചേ. രാം. റംസാനിൽ രാമനും ഉണ്ട്, ദീപാവലിയിൽ അലിയും ഉണ്ട്. പക്ഷെ അലിയുടെ പേരിൽ, രാമൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുമ്പോൾ ഈശ്വരൻ ഇവിടെ വരാതിരിക്കാൻ സാധ്യമല്ല, തൻ്റെ വാഗ്ദാനം പൂർത്തീകരിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ നമുക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. ഈ ഭാരതത്തിൽ ധർമ്മഗ്ലാനി സംഭവിക്കുമ്പോൾ, ഭാരതം നോട്ട് ഇൻ ദ സെൻസ് ഇന്ത്യ, ഭാരതം ഭാനുച്ച പ്രകാശം രത്തുനുച്ച ദേശം, പ്രകാശം നിറഞ്ഞ നാടായിരുന്ന ഈ ഭൂമിയിൽ അജ്ഞാന അന്ധകാരം നിറയുമ്പോൾ ജ്ഞാനപ്രകാശം തരാൻ വേണ്ടി നിരാകാരിയായ ജ്ഞാനസൂര്യനായ ജ്യോതിസ്വരൂപനായ ഭഗവാന്, പരമ ആത്മാവിന്, മീൻസ് ജനന മരണ ചക്രങ്ങളിൽ വരാത്തവനായ ഈശ്വരന് ഇവിടെ വന്നേ തീരൂ. അങ്ങനെ ആ നിരാകാരിയായ ഈശ്വരൻ ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ നമ്മൾ സസന്തോഷം ഭഗവാനെ സ്വീകരിച്ച് നമ്മളുള്ളതായിട്ടുള്ള വിഷങ്ങളെ ഈശ്വരനിൽ സമർപ്പിച്ചില്ലാതാക്കുകയാണ് മഹാശിവരാത്രി. അപ്പം അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആ നിരാകാരി പരമാത്മാവിനെ അകക്കണ്ണുകൊണ്ട് കാണാം. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതും ഗീതയിൽ പറയുന്നുണ്ട്, അർജുന ചർമ്മചക്ഷുക്കൾ കൊണ്ട് നിനക്കെന്നെ കാണാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അകക്കണ്ണുകൊണ്ട് കാണൂ എന്ന്. അപ്പം അകത്തുള്ളതായിരിക്കുന്ന അതിസൂക്ഷ്മമായ ആത്മാ, ഞാൻ ആത്മാ എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയല്ലേ ഇരിക്കുന്നത്, നിങ്ങളുടെ വീടൊന്ന് ഓർമ്മിച്ചോ ഇങ്ങനെ തലയാട്ടി എനിക്ക് മനസ്സിലാവാൻ. ഓർത്തോ? എന്താ കണ്ടേ? വീട് എന്ന് എഴുതി കണ്ടോ അതോ വീട് കണ്ടോ? വീട് കണ്ടു. ഏത് കണ്ണുണ്ട്? അകക്കണ്ണ്. ഇതേ പ്രോസസ്സിൽ എന്ത് ചെയ്യണം? സിസ്റ്റർ മെഡിറ്റേഷന് വേണ്ടി നിങ്ങളെ സഹായിക്കാൻ ഞാൻ ആത്മാ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇരുപുരികത്തിനും മധ്യത്തിലുള്ള ഈ സ്ഥാനത്ത്, ഇതിന് ആചാര്യന്മാർ ആജ്ഞാചക്രം എന്ന് വിളിച്ചു. പരമാത്മാവ് ഭ്രൂമധ്യം എന്ന സിമ്പിൾ ലാംഗ്വേജിൽ പഠിപ്പിച്ചെന്ന് നമ്മളെ അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടുതൊട്ട പോലെ ഒരു ദിവ്യ നക്ഷത്രം ഇവിടെ ഇരുന്ന് തെളിയുന്നതായിട്ട് നിങ്ങൾ അകക്കണ്ണുകൊണ്ട് കാണണം. കൂടുതൽ പഠിക്കാൻ സെൻറ്ററിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ കാണാൻ പറഞ്ഞു എന്നുള്ളത്. അതുപോലെ പരമാത്മാ, ഈശ്വരനും നമ്മളും തമ്മിൽ ഒരു സങ്കല്പത്തിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ ഹൃദയത്തിൽ തട്ടി എൻ്റെ ഭഗവാനേ എന്ന് വിളിച്ചാൽ ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തുകയായി, നമ്മുടെ വിളി കേൾക്കുകയായി. പക്ഷേ ഹൃദയം കൊണ്ട് നിങ്ങൾ ആ ഫീലിംഗ്, ആ പ്രസൻസ് ഫീൽ ചെയ്യണം. അകക്കണ്ണുകൊണ്ട് ആ ഭഗവാനെ കാണണം. അപ്പോഴേ നമുക്കതിൻ്റെ അനുഭൂതിയാവുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ ആത്മാ എന്ന് പറയുമ്പോൾ നിങ്ങളും കാണാൻ ശ്രമിക്കണം. ഭ്രൂമധ്യത്തിൽ ഒരു അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രം തിളങ്ങുന്നതായിട്ട്. ഹൃദയം കൊണ്ട് ഭഗവാനെ സമീപത്തേക്ക് വിളിക്കുമെന്ന് പറയുമ്പോൾ നമ്മളും വിളിക്കുക മനസ്സുകൊണ്ട്, എൻ്റെ ഭഗവാനെ എൻ്റെ സമീപത്തിൽ വരൂ. തലയുടെ മേലെ ഒരു ദിവ്യ നക്ഷത്രം തിളങ്ങുന്നതായിട്ട് പ്രത്യക്ഷമായതായിട്ട് അനുഭവിക്കുക. അതിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ ഈ ശിരോചക്രത്തിലൂടെ കടന്ന ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ ഗുണവും ശക്തിയും നിറച്ച് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഒത്തുചേർന്ന നമുക്കെല്ലാം ഭഗവാൻ തൻ്റെ പ്രകാശത്താലും ശക്തിയാലും നിറച്ച് ബ്ലസ് ചെയ്യുന്നതായിട്ട് അനുഭവം ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും മൊബൈൽസ് എന്തെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ് സമയത്തേക്ക് എല്ലാവരും മൊബൈൽ സൈലൻസിലാക്കണം. കാരണം ഇത് മായയുടെ സ്വന്തം സാധനമാണ്. അതുകൊണ്ട് അതെപ്പോഴാണോ നിങ്ങൾ സൈലൻസിലേക്ക് പോവാൻ നോക്കുന്നത്, ഇതുവരെ റിങ് ചെയ്യാത്ത മൊബൈൽ ആ സമയത്ത് റിങ് ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്ത് 5 മിനിറ്റ് സമയത്തേക്ക് മൊബൈൽസ് സൈലൻസിലാക്കണം. കയ്യിലുള്ള ബാഗുകളെയൊക്കെ താഴെ വെച്ചുകൊണ്ട് നിങ്ങളുടെ സാധനങ്ങളൊന്നുമില്ലാതെ റിലാക്സ്ഡായി നിങ്ങളുടെ കസേരയിൽ നട്ടെല്ല് നിവർന്നിരുന്നു കൊണ്ട് ആ ഭഗവാന്റെ സാമീപ്യത്തെ എക്സ്പീരിയൻസ് ചെയ്യാം. ഓം ശാന്തി. കൈകളെ കാലിൽ റെസ്റ്റ് ചെയ്യുന്ന രീതിയിലോ ഈ രീതിയിൽ നമ്മുടെ ലിങ്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൈ മടിയിൽ വെക്കാം, അല്ലെങ്കിൽ കാലിൽ വിശ്രമിക്കുന്ന രീതിയിൽ വെക്കുക. കസേരയുടെ ചാരുകൾ ഒഴിവാക്കിക്കൊണ്ട് നടുനിവർന്ന് അറ്റൻറ്റീവായിട്ടിരിക്കുക. ഈശ്വരൻ്റെ സാമീപ്യത്തെ അനുഭവം ചെയ്യാം. ഓം ശാന്തി.
ഞാൻ ആത്മാ ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ അതിസൂക്ഷ്മമായ ചൈതന്യ നക്ഷത്രം പോലെ പ്രകാശിക്കുകയാണ്. ഞാൻ ആത്മാ സത്യവും ചൈതന്യവുമാകുന്നു. ജ്ഞാനസ്വരൂപമാകുന്നു. ശാന്തസ്വരൂപമാകുന്നു. ശാന്തിയുടെ ഒരു ദിവ്യ നക്ഷത്രം പോലെ ഭ്രൂമധ്യത്തിൽ ഞാൻ പ്രകാശിക്കുകയാണ്. ഞാൻ ആത്മാ ശാന്തി സാഗരനായ ശിവഭഗവാന്റെ സന്താനമാണ്. ശാന്തി സാഗരനായ ശിവപരമാത്മാവിനെ എൻ്റെ സമീപത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എൻ്റെ ഹൃദയേശ്വരനായ സർവശക്തനായ ഭഗവാനെ, എൻ്റെ സമീപത്തിലേക്ക് വന്നാലും പരമജ്യോതിയായി മറ്റൊരു ദിവ്യ നക്ഷത്രം പോലെ ശിവബാബ എൻ്റെ തലയ്ക്ക് മുകളിലായി പ്രത്യക്ഷനായിരിക്കുന്നു. അകക്കണ്ണുകൊണ്ട് പരമജ്യോതിയായ പരമാത്മസ്വരൂപത്തെ ഞാൻ കാണുകയാണ്. ശാന്തി സാഗരനിൽ നിന്നും ശാന്തിയുടെ ശീതളമായ പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ അലൗകികമായ പ്രകാശം ആത്മാവായി എന്നിൽ നിറയുകയാണ്. എന്നിൽ നിറഞ്ഞ് എൻ്റെ മുഴുവൻ ശരീരത്തിലും വ്യാപിക്കുകയാണ്. ശരീരത്തിലെ ഓരോ കണങ്ങൾ പോലും ഈ ദിവ്യ പ്രകാശത്താൽ പ്രകാശപൂരിതമായിരിക്കുന്നു.
ശാന്തി സാഗരൻ്റെ അലൗകികമായ പ്രഭ എന്നിൽ നിറഞ്ഞ് എനിക്ക് ചുറ്റും വലിയൊരു പ്രകാശപ്രഭാമണ്ഡലമായി മാറിയിരിക്കുന്നു. ശാന്തി സാഗരൻ്റെ കിരണങ്ങളിൽ കുളിച്ച് ശാന്തിയുടെ മാലാഖയെ പോലെ ഞാൻ പ്രകാശിക്കുകയാണ്. സുഖകരമായ ശാന്തമായ അനുഭൂതിയിൽ അലിഞ്ഞിരിക്കുകയാണ്. ഓം ശാന്തി ശാന്തി ശാന്തി. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം നമുക്ക് നൽകി അനുഭൂതിയിലേക്ക് നയിച്ച രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബെഹൻജിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഈ വേദിയിൽ കുറച്ച് കലാപരിപാടികൾ അരങ്ങേറുകയാണ്. അതിനു മുന്നേ വിശിഷ്ടാതിഥിക്ക് ഉപഹാരം നൽകി ആദരിക്കുന്നു. सुशोभित सर्वशक्तिमान लुटा रहा है वो वरदाता वरदानों की खान। आओ झोलियां भर के जाओ अपना जीवन सफल बनाओ। सुख है समर्पण में, सच्चा सुख है समर्पण में।
സമർപ്പണമേ श्री महादेव जगदीश्वर श्री परमेश करुणामय श्री महादेव जगदीश्वर श्री परमेश करुणामय നിന്റെ രചനയം സത്യയുഗത്തെ ഞാൻ എൻ മനക്കണ്ണിനാൽ കണ്ടിടുന്നു എൻ മനക്കണ്ണിനാൽ കണ്ടിടുന്നു ശ്രീ മഹാദേവ ജഗദീശ്വര ശ്രീ പരമേശ കരുണാമയ വിശ്വസൗന്ദര്യമാം കൃഷ്ണനും രാധയും ഈശാ നിന്നാദ്യ രചനയല്ലോ വിശ്വസൗന്ദര്യമാം കൃഷ്ണനും രാധയും ഈശാ നിന്നാദ്യ രചനയല്ലോ മാനവന്മാരെ നീ സ്വർഗം ഭരിക്കുന്ന ദേവതമാരാക്കി മാറ്റിയല്ലോ മാനവന്മാരെ നീ സ്വർഗം ഭരിക്കുന്ന ദേവതമാരാക്കി മാറ്റിയല്ലോ സ്വർണ്ണ കവാടങ്ങൾ സ്വർണ്ണ കൊട്ടാരങ്ങൾ രത്നഖചിതമാം സിംഹാസനങ്ങളും സ്വർണ്ണ കവാടങ്ങൾ സ്വർണ്ണ കൊട്ടാരങ്ങൾ രത്നഖചിതമാം സിംഹാസനങ്ങളും ലക്ഷ്മിനാരായണൻ രാജ്യം ഭരിക്കുന്ന സർവസുഖവും നിറഞ്ഞ ലോകം ലക്ഷ്മിനാരായണൻ രാജ്യം ഭരിക്കുന്ന സർവസുഖവും നിറഞ്ഞ ലോകം ശ്രീ മഹാദേവ ജഗദീശ്വര ശ്രീ പരമേശ കരുണാമയ പവിഴവും വജ്രവും മാണിക്യ രത്നാദികളാൽ നിറഞ്ഞു ഭൂമി മൊത്തം പവിഴവും വജ്രവും മാണിക്യ രത്നാദികളാൽ നിറഞ്ഞ ഭൂമി സർവവും പൊന്മയമാണവിടെ എന്നും അവിടെ വസന്തകാലം സർവവും പൊന്മയമാണവിടെ എന്നും അവിടെ വസന്തകാലം മിന്നിത്തിളങ്ങുന്ന പുഷ്പങ്ങളും ശബളാഭമായ ശലഭങ്ങളും മിന്നിത്തിളങ്ങുന്ന പുഷ്പങ്ങളും ശബളാഭമായ ശലഭങ്ങളും പൊൻപീലി വിടർത്തി നാടും മയിലുകൾ പൊൻചിറകുള്ള പറവകളും പൊൻപീലി വിടർത്തി നാടും മയിലുകൾ പൊൻചിറകുള്ള പറവകളും സ്വർണിമയാർന്നൊഴുകുന്ന നദികളും സ്വർണ്ണച്ചിറകുള്ള ഹംസങ്ങളും സ്വർണിമയാർന്നൊഴുകുന്ന നദികളും സ്വർണ്ണച്ചിറകുള്ള ഹംസങ്ങളും സ്നേഹമോടൊത്തു കളിക്കും മൃഗങ്ങൾ പശുക്കളും സിംഹവും മാനുകളും
സ്നേഹമോടൊത്തു കളിക്കും മൃഗങ്ങൾ, പശുക്കളും സിംഹവും മാനുകളും. പൊന്നിൽ കുളിച്ചു നിൽക്കുന്നു വയലുകൾ, പുൽച്ചെടി മേടുകൾ, പൂമരങ്ങൾ. പൊന്നിൽ കുളിച്ചു നിൽക്കുന്നു വയലുകൾ, പുൽച്ചെടി മേടുകൾ, പൂമരങ്ങൾ. മാധുര്യമേറും ഫലങ്ങൾ നൽകിടും ഹരിതാഭമായുള്ള വൃക്ഷങ്ങളും. മാധുര്യമേറും ഫലങ്ങൾ നൽകിടും ഹരിതാഭമായുള്ള വൃക്ഷങ്ങളും. മന്ദസമീരൻ സുഗന്ധം പരത്തുന്നു, പൊൻകയിൽ നൽകുന്നു ആദിത്യനും. മന്ദസമീരൻ സുഗന്ധം പരത്തുന്നു, പൊൻകയിൽ നൽകുന്നു ആദിത്യനും. ശീതളച്ഛായ പകർന്നു പ്രകൃതിയിൽ ചന്ദ്രനും നക്ഷത്രജാലങ്ങളും. ശീതളച്ഛായ പകർന്നു പ്രകൃതിയിൽ ചന്ദ്രനും നക്ഷത്രജാലങ്ങളും. ചന്ദ്രനും നക്ഷത്രജാലങ്ങളും. രോഗങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ലോകമാണീശ്വര നിന്റെ രചന. രോഗങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ലോകമാണീശ്വര നിന്റെ രചന. ഇത്രയും സുന്ദര ലോകം രചിച്ച നീ എത്രയോ സുന്ദരനായിരിക്കും. ഇത്രയും സുന്ദര ലോകം രചിച്ച നീ എത്രയോ സുന്ദരനായിരിക്കും. എത്രയോ സുന്ദരനായിരിക്കും. എത്രയോ സുന്ദരനായിരിക്കും. ഓം ശാന്തി ശാന്തി ശാന്തി. ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം, നിനവെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോട് ചേർന്നവരും അഴകാർന്നിടം, സുന്ദരം മന്ദിരം സുരസമ്മതം. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. മണ്ണോട് കാർമേഘജാലങ്ങൾ ചൊല്ലുന്ന മന്ത്രം മഹത്തത്വധന്യം. കണ്ണിന്റെ കണ്ണായി വളർന്നു നീ ആനന്ദമേകുന്നൊരുങ്ങിക്കിടാവായി. ഒരു നാൾ കാടണയുമളവിലെതിരായി വന്നു മഹിഷി വഴിയിൽ. ഒരു നാൾ കാടണയുമളവിലെതിരായി വന്നു മഹിഷി വഴിയിൽ.
അതരിനൊടുവിൽ അവളെ ജയിച്ചു അരുള കൊടുത്ത ഓങ്കാര രൂപം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. സ്വാമിക്ക് കൃതമാലെ അഭിഷേകമാണ്. മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അഭയം തരുമമര നിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അറിവിൻ നിറവായി പൊരുളിൻ ഉറവായി തെളിയും അഴകമോങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം നിനവെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോട് ചേർന്നവരും അഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. ഓങ്കാരസാരം മഹാമുക്തി രൂപം ഭജേഹം ഭജേഹം നമാമി. स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर. दिल मेरा लगा ही रहता हर पल तेरी ओर, हर पल तेरी ओर. स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर. नैनों के दर्पण में बाबा तुझको सदा ही देखो. क्या से क्या बनाते हो हर पल यही में सोचो, हर पल यही में सोचो. मन आंगन में अब तो बाबा, मन आंगन में अब तो बाबा खुशियों के नाचे मोर, खुशियों के नाचे मोर. स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर. तुमने ही चमकाया बाबा तकदीर का ये सितारा. नाज करो में भाग्य पर अपने पाके तेरा सहारा, पाके तेरा सहारा. तेरी निगाहों में हमने देखी, तेरी निगाहों में हमने देखी स्वर्णिम युग की भोर, स्वर्णिम युग की भोर. स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर,
बांधी है जीवन डोर। तेरी एक नजर में हम तो जन्मों का सुख पाए, तेरी महिमा के बाबा गीत सदा हम गाए, गीत सदा हम गाए। पाके अनोखा प्यार तेरा हम, पाके अनोखा प्यार तेरा हम हो गए भाव विभोर, हो गए भाव विभोर। स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर। दिल मेरा लगा ही रहता हर पल तेरी ओर, हर पल तेरी ओर। स्नेह प्यार की तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर, बांधी है जीवन डोर, बांधी है जीवन डोर। शांति। शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। ओम परमेश्वरा परा, ओम निखिलेश्वरा हरा, ओम जीवेश्वरेश्वरा कनरा, ओम मंत्रेश्वरा स्वरा, ओम यंत्रेश्वरा स्थिरा, ओम तत्रेश्वरा वरदानेरा। शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा। ఆకాశలింగమై ఆవహించరా, ఢమ ఢమ ఢమమని డమరుక ధ్వని సలిపి చడతని వదిలించరా. శ్రీవాయులింగమై సంచరించరా, అణువణువణువున తన తనువున నిలిచి చలనమే కలిగించరా. భస్మం చేసే అసురునే అగ్నిలింగమై ప్రవికార ఆవరదై ముంచై జలలింగమై ఘోరా. వరమై వసమై ప్రబలమౌ భూలింగమై బలమిడరా. జగమే నడిపే పంచభూతలింగేశ్వర కరుణించరా. శివ శివ శంకర హర హర శంకర జయ జయ శంకర దిగిరారా ప్రియ తాండవ శంకర ప్రకట శుభంకర ప్రలయ భయంకర దిగిరారా.
ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം നന്ദിമൃദംഗനിനാദതരംഗിത കൈലാസേശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം సఫలమీ జీవితం ప్రేమపూర్ణం పార్వతీలోలని కరుణయాలే సఫలమీ జీవితం ప్రేమపూర్ణం పార్వతీలోలని കരുണയാലേ ഇരുജടയ്ക്കുള്ളിൽ ഇളകിയുണരുന്നു ലോകധാത്രിയാം ശിവഗംഗ ദയമുണർത്തുന്നു സ്വരമുയർത്തുന്നു തുടിക്കുമുഷത്തിൽ നഭസ്സിൽ ഉയർന്നു മൃഗമത തിലകിത സുരജനമഖിലം ശിവദമൃത നടനതിരനതില്ലാത ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവദം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശുഭദം ശിവചരിതം പാപഹരം
മന്ദിരതന്നിനാദരംഗിത കൈലാസേശ്വരനാമം ശിവനം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ശിവനം ശിവനാമം ശ്രീ പാർവതീശ്വരനാമം ഇവിടെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി അറിയിക്കുക എന്ന ചടങ്ങാണ് ഇനി ബാക്കിയുള്ളത്. അതിനുവേണ്ടി വളരെ കാലമായി ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായി തൻ്റെ ജീവിതം ഈശ്വരന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ അധ്യാപികയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ശാലിനി കെ മേനോൻ അവർകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവരെ ഇതിനു വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരെ, സദസ്സിലിരിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് 89ാമത് ശിവജയന്തി വെസ്റ്റ് ഹിൽ സെൻറ്ററിലെ ആഘോഷങ്ങളുടെ പരിസമാപ്തിയാവുകയാണ്. ഈ സമയം ഞാൻ ആദ്യം ഈ ചടങ്ങ് എത്രയും മനോഹരമാക്കിയ പരംപിത പരമാത്മാ ശുഭാബയ്ക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ നമുക്ക് മുഖ്യ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ഡോക്ടർ സുരേഷ് കുമാർ അവർകളാണ്. റീജിയണൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ജോയിന്റ് ഡയറക്ടറായി പ്രവർത്തനമനുഷ്ഠിച്ചു വരുന്ന അദ്ദേഹം ടെക്നോളജിയുടെ ഈ കാലത്തിൽ ആത്മീയതയ്ക്ക് പോലും സ്ഥാനം നൽകുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഇവിടെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് പരമാത്മാവിൽ അഭയം പ്രാപിച്ചാൽ ജീവിതപ്രാപ്തി നമുക്ക് നിശ്ചിതമാണ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഞാൻ എൻ്റെ പേരിലും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും ഹൃദ്യമായി അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബെഹൻജി കോഴിക്കോട് വയനാട് ജില്ലയിലെ ബ്രഹ്മകുമാരീസിൻ്റെ ഡയറക്ടറാണ്. മാതൃസ്നേഹത്തിൻ്റെയും മധുരമായ ഭാഷണങ്ങളിലൂടെയും അനേക ആത്മാക്കളെ ബെഞ്ചി പുതുജീവിതത്തിലേക്കും ആത്മീയതയിലേക്കും നയിച്ചു കൊണ്ടിരിക്കുന്നു. ജലജ ബെഞ്ചിക്കും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പരിചയം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിൻ്റെ പരിചയം വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത് IIM-ലെ പ്രൊഫസറും ഈ വിദ്യാലയത്തിൽ തന്നെ സീനിയർ വിദ്യാർത്ഥിയുമായ BK രാധാകൃഷ്ണൻ അവർകളാണ്. BK രാധാകൃഷ്ണൻ അവർകൾക്കും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഈ ചടങ്ങിനായി നമുക്ക് സ്വാഗതം മോദിയത് കോഴിക്കോട് ജില്ലാ ബ്രഹ്മകുമാരീസിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറും വെസ്റ്റ് ഹിൽ ഇൻചാർജുമായ ഷീജ സിസ്റ്ററാണ്. ഓൺലൈനായും ഓഫ്ലൈനിലൂടെയും ഒരുപാട് സേവനങ്ങൾ ഷീജ സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീജ സിസ്റ്റർക്കും എൻ്റെ പേരിലും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും ഞാൻ ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമുക്കിവിടെ രാജയോഗ ധ്യാനത്തിൻ്റെ അനുഭൂതി ചെയ്യിപ്പിച്ചത് രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്ററാണ്. രാജയോഗ ധ്യാനവും ലോ ഓഫ് അട്രാക്ഷനും സമന്വയിപ്പിച്ച ജീവിതത്തിൽ എങ്ങനെ ഉന്നതി നേടാം എന്നതിനെക്കുറിച്ചും APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ ഡ്രീം ബിഗ് ആൻഡ് ഗ്രോ ബിഗ് എന്നാണ് പറഞ്ഞത്. ഓരോ ഡ്രീമിനെ യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെ പരിശ്രമിക്കാം എന്നതിനെക്കുറിച്ചും വളരെ സഹജമായ രീതിയിൽ സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നു. രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഒരു ലോകമെമ്പാടും അറിയുന്ന ഒരു മോട്ടിവേറ്ററുമാണ്, ഒരു സ്പീക്കറുമാണ്, ഒരു യൂട്യൂബറുമാണ്. ഷീബ സിസ്റ്റർക്കും ഈ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഹൃദ്യമായ നന്ദി ആശംസിക്കുന്നു.
ഇന്ന് ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയായി കോർഡിനേറ്റ് ചെയ്തത് BK പ്രവീൺ അവർകളാണ്. തൻ്റെ ജീവിതം തന്നെ ഈശ്വരീയ സേവനത്തിനായി അർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. ഈ അദ്ദേഹത്തിനും ഈ ഈശ്വര വിദ്യാലയത്തിൻ്റെയും എൻ്റെയും സ്വന്തം പേരിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഏവർക്കും സൗകര്യപ്രദമായി ഇരിക്കാനുള്ള ഈ ഹാൾ സൗകര്യങ്ങൾ ഒരുക്കി തന്നത് കാശിമഠത്തിലെ ഭാരവാഹികളാണ്. കാശിമഠത്തിലെ ഭാരവാഹികൾക്കും ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മളിരിക്കുന്ന ഈ സ്ഥാനം ഇത്രയും മനോഹരമായി അലങ്കരിച്ചത് നമ്മുടെ ഈശ്വരീയ സേവാധാരികളായ ആത്മീയ സഹോദരി സഹോദരന്മാരാണ്. അവർക്കും ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ഇന്നിവിടെ നമുക്ക് ദിവ്യഗീതം ആലപിച്ചത് കുമാരി പാർവതിയാണ്. കുമാരി പാർവതി ഇവിടുത്തെ ഒരു ഈശ്വരീയ വിശ്വവിദ്യാർത്ഥിനി കൂടിയാണ്. കുമാരി പാർവതിക്കും ഞാൻ ഈശ്വര വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് സ്വാഗതം നിർത്താൻ ചെയ്തത് ഒരു ചെറിയ മാലാഖയെ പോലെ തോന്നിക്കുന്ന താരക്കുട്ടിയാണ്. താരക്കുട്ടിക്കും ഞാൻ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും നാമസഹിതം ഞാൻ ഈശ്വര വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും